ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ സഞ്ചരിക്കുന്നത് 20-ാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ ഹൃദയത്തിലൂടെയാണ്. വൈക്കം എന്ന ചെറിയ പട്ടണത്തിൽ നിന്നും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിലേക്ക് നടന്നു കയറിയ ഒരാളുടെ ജീവിതത്തിലേക്ക്. വൈക്കം മുഹമ്മദ് ബഷീർ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ബേപ്പൂർ സുൽത്താൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സാധാരണ കഥയല്ല. അതൊരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചിലപ്പോൾ നമ്മുടെ കണ്ണു നനയിക്കുകയും ചെയ്യുന്ന ഒരു മാന്ത്രിക അനുഭവമാണ്. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട് തുടങ്ങിയ കൃതികളിലൂടെ വളരെ ലളിതമായ വാക്കുകളിൽ ജീവിതത്തിൻ്റെ വലിയ സത്യങ്ങൾ പറഞ്ഞ ആ വലിയ മനുഷ്യൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഈ കഥയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഗാന്ധിജിയുടെ കൈ തൊടാൻ വേണ്ടി സ്കൂളിൽ നിന്നും ഓടിപ്പോകുന്ന ഒരു കുട്ടിയെയാണ്. പിന്നീട് കയ്യിൽ ഒരു രൂപ പോലുമില്ലാതെ ഇന്ത്യ എന്ന മഹാസമുദ്രത്തിലേക്ക് എടുത്തു ചാടി ഒരു സന്യാസിയെപ്പോലെ അലഞ്ഞു തിരിയുന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മൾ കാണും. ജയിലിൻ്റെ മതിലുകൾക്കപ്പുറവും ഇപ്പുറവും ഇരുന്ന് പ്രണയിച്ച കാമുകനെ, തൻ്റെ വീട്ടിലെ ആടിനെയും കോഴിയെയും പൂച്ചയെയും എല്ലാം കഥാപാത്രങ്ങളാക്കി ഒരു മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിലിരുന്ന് ലോകത്തോട് സംസാരിച്ച സുൽത്താനെ, എന്തിനേറെ ദൈവത്തോട് നേരിട്ട് പരാതി പറയുന്ന ഒരു സാധാരണ മനുഷ്യനെ വരെ നമ്മൾ ഈ യാത്രയിൽ കണ്ടുമുട്ടും. നമ്മൾ കാണാൻ പോകുന്ന ആദ്യത്തെ ചിത്രം ഇതാണ്. കയ്യിൽ ഒരു രൂപ പോലുമില്ലാതെ വിശാലമായ ഇന്ത്യ എന്ന മഹാസമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ പോകുന്നൊരു കൗമാരക്കാരൻ. അവൻ്റെ കണ്ണുകളിൽ ഭയമല്ല, കത്തുന്ന കനലാണ്. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. കഥ തുടങ്ങുന്നത് വർഷങ്ങൾക്കപ്പുറമാണ്. 1924 കേരളത്തിലെ വൈക്കം എന്ന ചെറിയ പട്ടണം ചരിത്രത്തിൽ ആദ്യമായി വലിയൊരു സംഭവത്തിന് സാക്ഷിയാവുകയാണ്. വൈക്കം സത്യാഗ്രഹം കൊടുമ്പിരികൊള്ളുന്ന സമയം. ഐത്തത്തിനെതിരെ അഥവാ താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യർക്ക് ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള വഴി നടക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള ഒരു വലിയ സമരം. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നേതാക്കളും സാധാരണക്കാരും വൈക്കത്തേക്കൊഴുകിയെത്തുന്നു. ആ സമയത്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്മാവായ സാക്ഷാൽ മഹാത്മാഗാന്ധി വൈക്കത്തേക്ക് വരുന്നത്. അന്ന് വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലെ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുണ്ട്, മുഹമ്മദ് ബഷീർ. അവൻ്റെ ഉപ്പ ഒരു മരക്കച്ചവടക്കാരനാണ്. വലിയൊരു കുടുംബം. വീട്ടിലാണെങ്കിൽ എപ്പോഴും പട്ടിണിയും ദാരിദ്ര്യവും തന്നെ. പക്ഷേ ആ കുട്ടിയുടെ മനസ്സ് നിറയെ പുറം ലോകത്തെക്കുറിച്ചുള്ള കൗതുകങ്ങളാണ്. ഗാന്ധിജി വരുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ മുതൽ അവൻ വലിയ ആവേശത്തിലാണ്. ആരാണീ ഗാന്ധിജി? ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്താൻ പോകുന്ന ആളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണണം, പറ്റുമെങ്കിലൊന്ന് തൊടണം. അതായി അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഗാന്ധിജി വരുന്ന ദിവസം സ്കൂളിൽ നിന്നാരും പുറത്തു പോകരുതെന്ന് കർശനമായ നിർദ്ദേശമുണ്ട്. പക്ഷേ ബഷീറിനെ പിടിച്ചുകെട്ടാൻ ആർക്കു കഴിയും? അവൻ ക്ലാസ്സിൽ നിന്ന് ചാടി ഗാന്ധിജിയെ കാണാനായി ആളുകൾ തടിച്ചുകൂടിയ സ്ഥലത്തേക്ക് ഓടുന്നു. വലിയൊരു ജനക്കൂട്ടം. അതിനിടയിലൂടെ നൂഴ്ന്നു കയറി ഏറ്റവും മുന്നിലെത്താൻ അവൻ ശ്രമിക്കുന്നു. ഗാന്ധിജി ഒരു കാറിൽ വന്നിറങ്ങുന്നു. അദ്ദേഹത്തെ കാണുന്നതോടെ ബഷീറിൻ്റെ കുഞ്ഞു മനസ്സിൽ എന്തോ ഒരു വലിയ അനുഭവം നിറയുന്നു. ആളുകളുടെ തള്ളിച്ചക്കിടയിലൂടെ അവൻ എങ്ങനെയോ ഗാന്ധിജിയുടെ കാറിനടുത്തേക്കെത്തുന്നു. ആ നിമിഷം മറ്റൊന്നും ചിന്തിക്കാതെ ആൾക്കൂട്ടത്തിനിടയിലൂടെ കൈയിട്ട് അവൻ ഗാന്ധിജിയുടെ ശരീരത്തിലൊന്ന് തൊട്ടു. ജീവിതത്തിൽ ആദ്യമായി ഒരു വലിയ ലക്ഷ്യം നേടിയെടുത്ത സന്തോഷമായിരുന്നു ആ നിമിഷം അവൻ്റെ മുഖത്ത്. ആ ഒരൊറ്റ സ്പർശനം മതിയായിരുന്നു ബഷീറിൻ്റെ ജീവിതം മാറിമറിയാൻ. അവൻ്റെ മനസ്സിൽ സ്വാതന്ത്ര്യ സമരമെന്ന തീ ആളിക്കത്താൻ തുടങ്ങുന്നു. വീട്ടിൽ ആരും അറിയാതെ അവൻ ഖദർ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങുന്നു. സ്കൂളിലെ കൂട്ടുകാരുമായി ചേർന്ന് ചെറിയ ജാഥകൾ നടത്തുന്നു. അവൻ്റെ ലോകം അതുവരെ കണ്ടിരുന്ന വൈക്കത്തിലെ വീടും സ്കൂളും പുഴയും ഒന്നുമായിരുന്നില്ല. അതിലും വലുതായെന്തോ ഒന്ന് അവനെ മാടി വിളിക്കുന്നതായി അവന് തോന്നിത്തുടങ്ങുന്നു. വർഷങ്ങൾ ചിലത് കടന്നുപോകുന്നു. ബഷീർ ഇപ്പോൾ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. രാജ്യം മുഴുവൻ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ആവേശത്തിലാണ്. ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തുന്നു. ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ച് കടപ്പുറത്ത് പോയി ഉപ്പുകുറുക്കി പ്രതിഷേധിക്കുക,
അതിൻ്റെ അലകൾ കേരളത്തിലും എത്തുന്നുണ്ട്. കോഴിക്കോട് കടപ്പുറത്താണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഉപ്പു സത്യാഗ്രഹം നടക്കുന്നത്. ബഷീറിൻ്റെ കൂട്ടുകാരിൽ പലരും സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കാനായി കോഴിക്കോട്ടേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. അവരുടെ സംസാരം കേൾക്കുമ്പോൾ ബഷീറിൻ്റെ രക്തം തിളയ്ക്കുന്നു. അവനും പോകണം, സമരം ചെയ്യണം. പക്ഷെ വീട്ടിൽ സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. അവൻ്റെ ഉമ്മയും ബാപ്പയും അവനെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. പഠിച്ച് വലിയ ആളാവുന്നത് സ്വപ്നം കണ്ടിരിക്കുന്ന അവരോട് പഠിപ്പൊക്കെ നിർത്തി ജയിലിൽ പോകാനാണ് പ്ലാനെന്ന് എങ്ങനെ പറയും? അവനൊരു രഹസ്യ പദ്ധതി തയ്യാറാക്കുന്നു. വീട്ടിൽ നിന്ന് ഒളിച്ചോടുക, കോഴിക്കോട്ടേക്ക് പോകുക, സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുക, പിന്നെ എന്തു വന്നാലും നേരിടുക. അതത്ര എളുപ്പമുള്ളൊരു തീരുമാനമായിരുന്നില്ല. സ്നേഹനിധിയായ ഉമ്മയുടെ മുഖം അവൻ്റെ മനസ്സിൽ വരുന്നു. എപ്പോഴും വഴക്കിടുന്ന പക്ഷെ ഉള്ളിൽ സ്നേഹമുള്ള ബാപ്പ, കളിച്ചു വളർന്ന വീടും നാടും എല്ലാം ഉപേക്ഷിച്ച് ഒരനിശ്ചിതമായ ഭാവിയിലേക്ക് എടുത്തു ചാടുകയാണ്. ഒരു രാത്രി വീട്ടിലെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ പതുക്കെ എഴുന്നേൽക്കുന്നു. ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറക്കുന്നു. കയ്യിലാകെയുള്ളത് കുറച്ച് രൂപ മാത്രം. തിരിഞ്ഞു നോക്കാതെ അവൻ ഇരുട്ടിലേക്ക് ഇറങ്ങി നടക്കുന്നു. അവൻ്റെ മനസ്സിൽ ഒരേയൊരു ലക്ഷ്യം മാത്രം: കോഴിക്കോട്, സ്വാതന്ത്ര്യം. വൈക്കത്ത് നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്ര ഇന്നത്തെ പോലെ എളുപ്പമല്ല. ബസ്സും ട്രെയിനുമൊന്നുമില്ല. പുഴയിലൂടെ വഞ്ചിയിലും ബോട്ടിലുമൊക്കെയായി ദിവസങ്ങൾ നീണ്ട യാത്രയാണ്. അവനൊരു ബോട്ടിൻ്റെ മുകളിൽ കയറിപ്പറ്റുന്നു. ആ യാത്രയിൽ അവൻ പലരെയും കാണുന്നു, പലതും പഠിക്കുന്നു. ലോകം എത്ര വലുതാണെന്ന് അവൻ തിരിച്ചറിയാൻ തുടങ്ങുന്നത് ആ യാത്രയിലായിരിക്കാം. വിശപ്പെന്താണെന്ന് അവൻ ആദ്യമായി ശരിക്കും അനുഭവിക്കുന്നു. കയ്യിലുള്ള പണം എപ്പോഴേ തീർന്നു പോയിരുന്നു. പലപ്പോഴും പച്ചവെള്ളം മാത്രം കുടിച്ചാണ് അവന് ദിവസങ്ങൾ തള്ളി നീട്ടിയത്. പക്ഷേ അവൻ്റെ മനസ്സിലെ ആവേശം അതുകൊണ്ടൊന്നും കെട്ടുപോകുന്നില്ല. ദിവസങ്ങൾക്ക് ശേഷം ക്ഷീണിച്ചാവശ്യനായി അവൻ കോഴിക്കോട് പട്ടണത്തിൽ കാലുകുത്തുന്നു. അവിടുത്തെ കാഴ്ചകൾ അവനെ അത്ഭുതപ്പെടുത്തുന്നു. വൈക്കത്തേക്കാൾ എത്രയോ വലിയ നഗരം. എവിടെയും സ്വാതന്ത്ര്യസമരത്തിൻ്റെ ആവേശം അലയടിക്കുന്നു. കെ കേളപ്പനെയും മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിനെയും പോലുള്ള വലിയ നേതാക്കളുടെ പ്രസംഗങ്ങൾ അവൻ കേൾക്കുന്നു. അവരുടെ വാക്കുകൾ തീപ്പൊരി പോലെ അവൻ്റെ മനസ്സിൽ പടരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തുന്നു. കോഴിക്കോട് കടപ്പുറം മുഴുവൻ ജനങ്ങളെക്കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വെള്ള ഖദർ വസ്ത്രം ധരിച്ച ആയിരക്കണക്കിന് ആളുകൾ. അവരുടെ എല്ലാം സിരകളിൽ സ്വാതന്ത്ര്യമെന്നൊരൊറ്റ വികാരം. അവർ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. കടപ്പുറത്ത് തയ്യാറാക്കിയ വലിയ അടുപ്പുകളിൽ കടലിൽ നിന്ന് കോരിയെടുത്ത വെള്ളം തിളപ്പിച്ച് ഉപ്പുണ്ടാക്കാൻ തുടങ്ങുന്നു. ബഷീറും ആ ആൾക്കൂട്ടത്തിൽ ഒരാളായി തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നു: ഉപ്പു നിയമം ലംഘിക്കുക, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, മഹാത്മാഗാന്ധിക്ക് ജയ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എവിടെ നിന്നോ ഒരു വലിയ പോലീസ് സൈന്യം അവിടേക്ക് ഇരച്ചു കയറുന്നു. ഭീകരമായ ലാത്തിചാർജ്. ആളുകൾ നാലുപാടും ചിതറിയോടുന്നു. പലരും തല്ലുകൊണ്ട് നിലത്തു വീഴുന്നു. പക്ഷെ ബഷീർ ഓടിയില്ല. അവൻ അവിടെ തന്നെ നിന്നു. ഒരു പോലീസുകാരൻ അവൻ്റെ നേർക്ക് പാഞ്ഞു വരുന്നത് അവൻ കാണുന്നു. ആ പോലീസുകാരൻ്റെ കണ്ണുകളിൽ ഒരു ദയയുമില്ല. സർവശക്തിയുമെടുത്ത് അയാൾ ബഷീറിൻ്റെ തലയ്ക്കടിക്കുന്നു. തല പൊട്ടി രക്തം ചീറ്റുന്നു. ആ അടിയുടെ ആഘാതത്തിൽ അവൻ മണ്ണിലേക്ക് വീഴുന്നു. ബോധം മറയുന്നതിനു മുമ്പ് താൻ എന്തിനു വേണ്ടിയാണോ ഇത്രയും ദൂരം യാത്ര ചെയ്തത്, ആ ലക്ഷ്യത്തിൻ്റെ ആദ്യപടി താൻ ചവിട്ടിയിരിക്കുന്നു എന്ന് അവൻ അഭിമാനത്തോടെ ഓർക്കുന്നുണ്ടാവാം. അവനെ വലിച്ചിഴച്ച് പോലീസ് ലോറിയിലേക്ക് എറിയുന്നു. അതായിരുന്നു അവൻ്റെ ആദ്യത്തെ ജയിൽവാസം, കോഴിക്കോട് സബ് ജയിലിൽ. ആ ജയിലിൻ്റെ ഇരുണ്ട മുറികളിൽ കൊടും കുറ്റവാളികളോടൊപ്പം കഴിയുമ്പോൾ വെറും 16 വയസ്സുള്ള ആ കുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? പുറം ലോകത്തിൻ്റെ വിശാലതയിൽ നിന്നും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയതിന് കിട്ടിയ സമ്മാനം ഒരു ഇടുങ്ങിയ ജയിൽ മുറിയാണ്. പക്ഷേ ബഷീർ തളരുന്നില്ല. ആ ജയിൽ ജീവിതം അവനൊരു പുതിയ പാഠശാലയാവുകയായിരുന്നു. അവിടെ വെച്ച് അവൻ പലരെയും പരിചയപ്പെടുന്നു. കള്ളന്മാരും കൊലപാതകികളും, പിന്നെ തന്നെപ്പോലെ രാഷ്ട്രീയ തടവുകാരായെത്തിയ സ്വാതന്ത്ര്യ സമര സേനാനികളും. അവരുടെ കഥകൾ കേട്ട്, അവരുടെ അനുഭവങ്ങൾ അറിഞ്ഞ് ബഷീറിൻ്റെ ലോകം കൂടുതൽ വലുതാവുകയായിരുന്നു. പുസ്തകങ്ങളിൽ വായിച്ചറിഞ്ഞ ജീവിതമായിരുന്നില്ല അത്. പച്ചയായ മനുഷ്യരുടെ വേദനയുടെയും അതിജീവനത്തിൻ്റെയും കഥകൾ. ജയിലിലെ ക്രൂരമായ മർദ്ദനങ്ങൾ അവൻ സഹിച്ചു.
മോശം ഭക്ഷണം കഴിച്ച് ദിവസങ്ങൾ തള്ളി നീട്ടി. എങ്കിലും അവൻ്റെ ഉള്ളിലെ ആ തീ കെട്ടുപോയില്ല. മറിച്ച് അത് കൂടുതൽ ആളിക്കത്തുകയായിരുന്നു. കാരണം ആ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ ഒരു വലിയ സത്യം പഠിച്ചിരുന്നു. സ്വാതന്ത്ര്യമെന്നത് ഒരു മധുരക്കിനാവല്ല, അത് ചോരയും വിയർപ്പും കണ്ണുനീരും കൊടുത്ത് നേടിയെടുക്കേണ്ട ഒന്നാണ്. വൈക്കത്തെ ആ പഴയ 5ാം ക്ലാസ്സുകാരനിൽ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന ഒരു യുവ വിപ്ലവകാരിയായി അവൻ മാറുന്നതിൻ്റെ തുടക്കമായിരുന്നു അത്. ജയിൽ മോചിതനായി പുറത്തിറങ്ങുമ്പോൾ ബഷീർ എന്ന ചെറുപ്പക്കാരൻ ഒരു പുതിയ മനുഷ്യനായിരുന്നു. മാസങ്ങൾ നീണ്ട ജയിൽവാസം അവനെ പലതും പഠിപ്പിച്ചിരുന്നു. പുറം ലോകം അവനൊരു അപരിചിത ദേശമായി തോന്നി. ഇനി എങ്ങോട്ട് പോകണം? വീട്ടിലേക്ക് മടങ്ങിയാൽ ഉമ്മയും ബാപ്പയും അവനെ വീണ്ടും പഠിക്കാൻ നിർബന്ധിക്കും. ഒരുപക്ഷേ അവൻ്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് അവർ തടയിട്ടെന്നും വരും. അതവന് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അവൻ്റെ മനസ്സിൽ അപ്പോഴും സ്വാതന്ത്ര്യമെന്ന തീ കെട്ടിരുന്നില്ല. പോരാട്ടം തുടരണം. പക്ഷേ എങ്ങനെ? അവൻ്റെ മുന്നിൽ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. കയ്യിലാണെങ്കിൽ 1 രൂപ പോലും തികച്ചെടുക്കാനില്ല. ആ നിമിഷം ഒരുപക്ഷേ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു തീരുമാനം അവനെടുക്കുന്നു. ഈ നാട് വിടുക, വിശാലമായ ഇന്ത്യയിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുക. എങ്ങോട്ടെന്നില്ലാത്തൊരു യാത്ര, ലക്ഷ്യങ്ങളില്ലാത്തൊരു യാത്ര. അതായിരുന്നു അവൻ്റെ മനസ്സിൽ. അതൊരു തരം ഒളിച്ചോട്ടമായിരുന്നില്ല, മറിച്ച് ലോകമെന്ന വലിയ പുസ്തകം നേരിട്ട് വായിച്ചു പഠിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അങ്ങനെ കേരളത്തിൻ്റെ പച്ചപ്പിൽ നിന്നും താൻ ജനിച്ചു വളർന്ന നാടിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്നും അവൻ വീണ്ടും ഒരു യാത്ര തുടങ്ങുന്നു. ഇത്തവണ അത് കോഴിക്കോട്ടേക്ക് മാത്രമായിരുന്നില്ല, ഉത്തരേന്ത്യയുടെ അജ്ഞാതമായ വഴികളിലേക്കായിരുന്നു. ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ കിട്ടുന്ന വണ്ടികളിൽ കയറിപ്പറ്റി ചിലപ്പോൾ മൈലുകളോളം കാൽനടയായി അവൻ തൻ്റെ യാത്ര തുടർന്നു. ഭാഷയറിയാത്ത നാട്ടിൽ പരിചയമില്ലാത്ത മനുഷ്യർക്കിടയിൽ അവൻ ഒറ്റപ്പെട്ടു. വിശപ്പ് അവൻ്റെ കൂടെ പിറപ്പായി. പല ദിവസങ്ങളിലും ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി അവൻ പല ജോലികളും ചെയ്തു. ഈ യാത്രയ്ക്കിടയിലാണ് ബഷീർ ഒരു പുതിയ ലോകം കണ്ടെത്തുന്നത്. അത് സന്യാസിമാരുടെയും സൂഫി വര്യന്മാരുടെയും ലോകമായിരുന്നു. ഗ്രാമങ്ങൾ തോറും അലഞ്ഞു നടക്കുന്ന, ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന, മരച്ചുവട്ടിലും ക്ഷേത്രങ്ങളിലും പള്ളികളിലും അന്തിയുറങ്ങുന്ന ഒരു കൂട്ടം മനുഷ്യർ. അവർക്ക് ജാതിയോ മതമോ ഉണ്ടായിരുന്നില്ല. അവരുടെ സംസാരത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ തത്വങ്ങളുണ്ടായിരുന്നു. ബഷീർ പതിയെ അവരിലൊരാളായി മാറി. കാവ്യവസ്ത്രം ധരിച്ച് തലമൊട്ടയടിച്ച് ഒരു സന്യാസിയായി അവൻ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെ അലഞ്ഞു. ആരും അവനെ തിരിച്ചറിഞ്ഞില്ല. വൈക്കത്തെ മുഹമ്മദ് ബഷീർ എന്ന ഐഡന്റിറ്റി അവൻ ഉപേക്ഷിച്ചിരുന്നു. അവരിൽ നിന്ന് അവൻ പല വിദ്യകളും പഠിച്ചു. കൈനോട്ടം പഠിച്ചു, ഭാവി പ്രവചിക്കാൻ പഠിച്ചു. ചിലപ്പോൾ ചെറിയ മാന്ത്രിക വിദ്യകൾ കാണിച്ച് ആളുകളെ രസിപ്പിച്ചു. അതിലൂടെ കിട്ടുന്ന തുച്ഛമായ പണം കൊണ്ടാണ് അവൻ വിശപ്പടക്കിയിരുന്നത്. ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക്, ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് അവൻ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ബോംബെയിലെ തിരക്കേറിയ തെരുവുകളിലും രാജസ്ഥാനിലെ വരണ്ട മരുഭൂമിയിലും ഗംഗാനദിയുടെ തീരത്തുള്ള പുണ്യനഗരങ്ങളിലും അവൻ ജീവിച്ചു. ഓരോ സ്ഥലത്തും അവനൊരു പുതിയ ആളായിരുന്നു. ചിലയിടങ്ങളിൽ അവനൊരു ഹോട്ടൽ തൊഴിലാളിയായി പാത്രം കഴുകിയും ചായ അടിച്ചുകൊടുത്തും അവൻ ജീവിതം തള്ളി നീക്കി. മറ്റു ചിലയിടങ്ങളിൽ ഒരു ട്യൂഷൻ മാസ്റ്ററായി പണക്കാരുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു. എന്നാൽ ഒരിടത്തും അവൻ സ്ഥിരമായി നിന്നില്ല. ഒരു ഉൾവിളി പോലെ യാത്ര തുടരാൻ അവൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ അലച്ചിലുകൾക്കിടയിൽ അവൻ കണ്ടുമുട്ടിയ മനുഷ്യർ എണ്ണമറ്റതായിരുന്നു. പച്ചയായ മനുഷ്യർ. കള്ളന്മാർ, കൊള്ളക്കാർ, വേശ്യകൾ, ഭിക്ഷക്കാർ, പണ്ഡിതന്മാർ, വിപ്ലവകാരികൾ. സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലുമുള്ള മനുഷ്യരുമായി അവൻ അടുത്തു. അവരുടെ കഥകൾ കേട്ടു. അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്നു. ഈ അനുഭവങ്ങളായിരുന്നു അവൻ്റെ യഥാർത്ഥ സർവകലാശാല. ഒരു പുസ്തകത്തിനും നൽകാൻ കഴിയാത്ത അറിവാണ് ആ ജീവിതം അവന് സമ്മാനിച്ചത്. മനുഷ്യൻ്റെ നന്മയും തിന്മയും, സ്നേഹവും വഞ്ചനയും, ദാരിദ്ര്യവും വിശപ്പും അവൻ തൊട്ടറിഞ്ഞു. ഏകദേശം 7 വർഷത്തോളം നീണ്ടുനിന്ന ആ അലഞ്ഞുതിരിയൽ അവനെ പൂർണ്ണമായും മാറ്റിയിരുന്നു. അവൻ പല ഭാഷകൾ സംസാരിക്കാൻ പഠിച്ചു. ഹിന്ദി, ഉറുദു, പഞ്ചാബി, ഗുജറാത്തി, അങ്ങനെ പലതും. ഓരോ നാടിൻ്റെയും സംസ്കാരവും ഭക്ഷണരീതിയും അവൻ സ്വന്തമാക്കി. ഒരു ഗ്ലാസ് ചായയും ഒരു കഷ്ണം റൊട്ടിയും കൊണ്ട് ദിവസങ്ങൾ ജീവിക്കാൻ പഠിച്ചു. വിശന്നു കരയുന്ന ഒരു കുട്ടിയെ കാണുമ്പോൾ കയ്യിലുള്ള അവസാനത്തെ നാണയത്തൊട്ടും കൊടുത്ത് മുന്നോട്ട് നടക്കാൻ പഠിച്ചു. അവൻ്റെ ഉള്ളിൽ ഒരു എഴുത്തുകാരൻ രൂപപ്പെടുകയായിരുന്നു. അവൻ കണ്ട ജീവിതങ്ങളെല്ലാം അവൻ്റെ മനസ്സിൽ കഥകളായി രൂപാന്തരപ്പെടാൻ തുടങ്ങിയിരുന്നു. ഈ യാത്രകൾക്കിടയിൽ പലപ്പോഴും അവൻ്റെ ജീവൻ തന്നെ അപകടത്തിലായിട്ടുണ്ട്. ചിലപ്പോൾ ഹിന്ദു തീവ്രവാദികളുടെയും സന്യാസിമാരുടെയും കൂടെ കൂടും. മറ്റു ചിലപ്പോൾ മുസ്ലിം സൂഫി വര്യന്മാരുടെ സംഘത്തിൽ ചേരും.
ഇവിടെ ചെന്നാലും ആ കൂട്ടത്തിൽ ഒരാളായി മാറാനുള്ള ഒരു പ്രത്യേക കഴിവ് അവനുണ്ടായിരുന്നു. താടിയും മുടിയും നീട്ടി വളർത്തി കാഷായം ധരിച്ച് ഒരു ആശ്രമത്തിൽ കൂടുമ്പോൾ ആരും അവനൊരു മുസ്ലിമാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അതുപോലെ തലയിൽ കെട്ടുമായി ഒരു ദർഗയിൽ കഴിയുമ്പോൾ അവനൊരു ഹിന്ദുവായിരുന്നുവെന്ന് ആരും സംശയിച്ചുമില്ല. ഈ വേഷപ്പകർച്ചകൾ അവനൊരു കളിയായിരുന്നില്ല, മറിച്ച് വിശാലമായ ഇന്ത്യൻ ജീവിതത്തിൻ്റെ പല മുഖങ്ങൾ അടുത്തറിയാനുള്ള ഒരു മാർഗമായിരുന്നു. അക്കാലത്ത് അവൻ ചെയ്ത ജോലികൾക്കും ഒരു കണക്കുമില്ല. ഒരു ദിവസം അവൻ അറബിക്കടലിൻ്റെ തീരത്തുള്ള ഒരു ചെറിയ പട്ടണത്തിലെത്തിച്ചേരുന്നു. കയ്യിലൊരു കാശുമില്ല, വിശന്ന് തളർന്നിരിക്കുകയാണ്. അവിടെ ഒരു ജിംനേഷ്യം അവൻ്റെ കണ്ണിൽപ്പെട്ടു. പണ്ടേ ശരീരചർച്ചയിൽ താൽപ്പര്യമുണ്ടായിരുന്നതുകൊണ്ട് അവൻ അങ്ങോട്ട് കയറി ചെന്നു. അവിടുത്തെ ഉടമസ്ഥനോട് താനൊരു പ്രൊഫഷണൽ ബോഡി ബിൽഡറാണെന്നും വേണമെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാമെന്നും ഒരു കൂസലുമില്ലാതെ പറഞ്ഞു. അത് കേട്ട് ആ മുതലാളി അവൻ അവിടെ ഒരു ജോലി കൊടുത്തു. അങ്ങനെ കുറച്ചുകാലം പ്രൊഫസർ ബഷീർ എന്ന പേരിൽ അവൻ അവിടുത്തെ ചെറുപ്പക്കാരെ കായികാഭ്യാസം പഠിപ്പിച്ചു. എന്നാൽ അധികനാൾ ആ കള്ളം വിലപ്പോയില്ല. ഒരു നാൾ രാത്രി ആരും അറിയാതെ അവൻ അവിടെ നിന്നും മുങ്ങി. ഈ അരച്ചിലുകൾക്കിടയിലും അവൻ്റെ ഉള്ളിലെ സ്വാതന്ത്ര്യ സമരസേനാനി ഉറങ്ങിയിരുന്നില്ല. ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ വച്ച് അവൻ പല വിപ്ലവകാരികളുമായി ബന്ധപ്പെട്ടു. ഭഗത് സിംഗിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായിരുന്ന അവൻ അദ്ദേഹത്തിൻ്റെ സംഘടനയിലെ ചില അംഗങ്ങളുമായി സൗഹൃദത്തിലായി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ രഹസ്യമായി പ്രവർത്തിക്കുന്ന ആ സംഘത്തിൽ അവനും ഒരു കണ്ണിയായി. അവർക്കു വേണ്ടി ലഘുലേഖകൾ വിതരണം ചെയ്തു, രഹസ്യയോഗങ്ങളിൽ പങ്കെടുത്തു. ഇത് വീണ്ടും പോലീസിൻ്റെ നോട്ടപ്പുള്ളിയാകാൻ അവനെ സഹായിച്ചു. പലപ്പോഴും പോലീസിനെ വെട്ടിച്ച് അവൻ രക്ഷപ്പെട്ടു. വർഷങ്ങൾ കടന്നുപോയി. 7 വർഷത്തെ അലച്ചിൽ അതവനെ ശരിക്കും ക്ഷീണിപ്പിച്ചിരുന്നു. അവൻ്റെ മനസ്സ് മടുത്തിരുന്നു. ഉമ്മയുടെ മുഖം ഓർമ്മ വന്നു. അവരുടെ സ്നേഹം നിറഞ്ഞ വിളികൾ അവൻ്റെ കാതുകളിൽ മുഴങ്ങുന്നതായി തോന്നി. കേരളത്തിലെ മഴയും പുഴയും പച്ചപ്പുമെല്ലാം അവൻ്റെ സ്വപ്നങ്ങളിൽ വരാൻ തുടങ്ങി. മലയാളം സംസാരിക്കാൻ കൊതിയായി. ഉമ്മ ഉണ്ടാക്കുന്ന ചോറും കറിയും കഴിക്കാൻ അവൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. ഇത്രയും കാലത്തെ അലച്ചിൽ മതി, ഇനി തിരികെ പോകണം, സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക്. അങ്ങനെ താടിയും മുടിയും നീട്ടി വളർത്തിയ, ജീവിതാനുഭവങ്ങളുടെ ഭാരത്താൽ ഒരുപാട് മാറിയ ആ ചെറുപ്പക്കാരൻ കേരളത്തിലേക്ക് വണ്ടി കയറി. അവൻ വീട് വിട്ടിറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന കൗമാരക്കാരനായിരുന്നില്ല അത്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ആത്മാവ് തൊട്ടറിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. അവൻ്റെ കയ്യിൽ പണമോ വലിയ ബിരുദങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ മറ്റാർക്കുമില്ലാത്ത ഒന്നുണ്ടായിരുന്നു, പറയാൻ അനന്തമായ കഥകളുടെ ഒരു ഭണ്ഡാരം. ആ കഥകളായിരുന്നു പിന്നീട് മലയാള സാഹിത്യത്തിൻ്റെ ഗതി മാറ്റിക്കുറിക്കാൻ പോകുന്നത്. വീട്ടിലേക്കുള്ള ആ മടക്കയാത്ര അവൻ്റെ ജീവിതത്തിലെ 2ാം ഘട്ടത്തിൻ്റെ തുടക്കമായിരുന്നു. ബഷീർ എന്ന വിപ്ലവകാരിയിൽ നിന്നും ബഷീർ എന്ന എഴുത്തുകാരനിലേക്കുള്ള മാറ്റത്തിൻ്റെ തുടക്കം. ഏഴു വർഷത്തെ അലച്ചിലിന് ശേഷം താടിയും മുടിയും നീട്ടി വളർത്തിയ, കണ്ടാൽ ഒരു സന്യാസിയെപ്പോലെ തോന്നിക്കുന്ന ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം വൈക്കത്തെ തൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ആ കാഴ്ചയൊന്ന് ഓർത്തു നോക്കൂ. വർഷങ്ങൾക്ക് മുൻപ് ഒരു രാത്രിയിൽ ആരുമറിയാതെ നാടുവിട്ട മകൻ, മരിച്ചുപോയെന്ന് പലരും കരുതിയ മകൻ, ഒരു സുപ്രഭാതത്തിൽ കൺമുന്നിൽ നിൽക്കുന്നു. അവൻ്റെ ഉമ്മയുടെയും ബാപ്പയുടെയും സഹോദരങ്ങളുടെയും മനസ്സിൽ ഒരേ സമയം സന്തോഷവും സങ്കടവും അത്ഭുതവും നിറഞ്ഞിട്ടുണ്ടാകണം. അവൻ്റെ ഉമ്മ ഓടിവന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അവരുടെ നേർത്ത ശരീരത്തിൽ കിടന്ന് അവനും ഒരുപാട് കാലത്തിനു ശേഷം ഒന്ന് കരഞ്ഞിട്ടുണ്ടാവാം. അവൻ്റെ രൂപം കണ്ടിട്ട് ബാപ്പയ്ക്ക് ദേഷ്യവും ചിരിയും ഒന്നിച്ചു വന്നു. എന്താടാ ഇത് കോലം, വല്ല സന്യാസിയാകാൻ പോയതാണോ എന്ന ചോദ്യത്തിൽ സ്നേഹം കലർന്ന ഒരു ശകാരമുണ്ടായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയതോടെ ബഷീറിന്റെ ജീവിതത്തിലെ അലച്ചിലിന്റെ ആ വലിയ അധ്യായം അവസാനിക്കുകയായിരുന്നു. പക്ഷേ പുതിയൊരു അധ്യായം തുടങ്ങാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് പട്ടിണിയുടെയും പ്രണയനഷ്ടത്തിൻ്റെയും അതിൽ നിന്നുയർന്നു വന്ന ഒരു അനശ്വര സാഹിത്യ സൃഷ്ടിയുടെയും കഥയായിരുന്നു. നാട്ടിൽ തിരിച്ചെത്തിയെങ്കിലും ബഷീറിന്റെ കഷ്ടപ്പാടുകൾക്ക് ഒരവസാനവും ഉണ്ടായിരുന്നില്ല. ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങിയ അനുഭവങ്ങളുണ്ടെന്നല്ലാതെ കയ്യിലൊരു ജോലിയോ വരുമാനമോ ഇല്ല. വീട്ടിലെ ദാരിദ്ര്യം പഴയതിനേക്കാൾ കൂടിയിട്ടേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഒരു വരുമാനം കണ്ടെത്തണം. അവൻ പല ജോലികൾക്കും ശ്രമിച്ചു നോക്കി. ഒരു ചെറിയ കട തുടങ്ങാൻ നോക്കി, അത് പൊളിഞ്ഞു. സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് ചെറിയ ബിസിനസ്സുകൾ ചെയ്യാൻ ശ്രമിച്ചു, അതും പരാജയപ്പെട്ടു. എന്തു ചെയ്തിട്ടും ശരിയാവുന്നില്ല. അവൻ്റെ തലയിൽ നിറയെ കഥകളായിരുന്നു. പക്ഷേ കഥകൾ കേട്ടാൽ ആരും പണം തരില്ലല്ലോ. അങ്ങനെ ജീവിതത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ കടുത്ത നിരാശയിലും പട്ടിണിയിലും കഴിയുന്ന കാലത്താണ് അവൻ എഴുത്തിനെ ഗൗരവമായി കാണാൻ തുടങ്ങിയത്. തുടക്കത്തിൽ ചെറിയ തമാശ കഥകളും അനുഭവക്കുറിപ്പുകളും എഴുതി ചെറിയ മാസികകൾക്ക് അയച്ചു കൊടുത്തു. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവൻ പലപ്പോഴും വിശപ്പടക്കിയിരുന്നത്.
അവൻ്റെ എഴുത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതുവരെ മലയാള സാഹിത്യത്തിൽ ആരും ഉപയോഗിക്കാത്ത ഒരു ഭാഷ, സാധാരണക്കാരൻ്റെ ഭാഷ. പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന കട്ടിയുള്ള വാക്കുകളോ അലങ്കാരങ്ങളോ അതിലുണ്ടായിരുന്നില്ല. പകരം തെറിവിളിക്കുന്ന, ചിരിക്കുന്ന, കരയുന്ന, സ്നേഹിക്കുന്ന പച്ചയായ മനുഷ്യരുടെ ഭാഷയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ വായനക്കാർക്ക് അവൻ്റെ എഴുത്ത് പെട്ടെന്നിഷ്ടമായി. ഈ സമയത്താണ് അവൻ്റെ മനസ്സിൽ വർഷങ്ങളായി മൂടിക്കിടന്നിരുന്ന ഒരു ഓർമ്മ, ഒരു പ്രണയത്തിൻ്റെ കഥ വീണ്ടും മുള പൊട്ടാൻ തുടങ്ങിയത്. അത് അവൻ്റെ സ്വന്തം കഥയായിരുന്നു. അവൻ്റെ ബാല്യകാല സഖിയുടെ കഥ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവൻ്റെ കളിക്കൂട്ടുകാരിയായിരുന്ന, അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടി, സുഹറ. അവരുടെ പ്രണയം വീട്ടുകാരറിഞ്ഞപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടായി. മതത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും പേരിൽ ആ ബന്ധം തകർന്നുപോയി. അവളെ വിവാഹം കഴിക്കാൻ കഴിയാതെ വന്ന ആ വേദന അവൻ്റെ മനസ്സിൽ ഒരു മുറിവായി കിടന്നിരുന്നു. പട്ടിണിയും തൊഴിലില്ലായ്മയും അവനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് ആ പഴയ ഓർമ്മകൾ അവനെ വേട്ടയാടാൻ തുടങ്ങി. ആ വേദനയിൽ നിന്ന് ഒരുപക്ഷെ ഒരു മോചനം നേടാനായിരിക്കാം അവൻ ആ കഥ എഴുതാൻ തീരുമാനിച്ചത്. തൻ്റെയും സുഹറയുടെയും കഥ, മജീദിൻ്റെയും സുഹറയുടെയും കഥ. അങ്ങനെയാണ് ബാല്യകാല സഖി എന്ന ആ അനശ്വര പ്രണയകാവ്യം പിറക്കുന്നത്. അതൊരു സാധാരണ പ്രണയകഥയായിരുന്നില്ല. അതിൽ അവൻ്റെ ജീവിതമുണ്ടായിരുന്നു, അവൻ്റെ കണ്ണുനീരുണ്ടായിരുന്നു, അവൻ്റെ നാടിൻ്റെ കഥയുണ്ടായിരുന്നു. അക്കാലത്തെ സാമൂഹിക വ്യവസ്ഥിതികളോടുള്ള അവൻ്റെ കലഹമുണ്ടായിരുന്നു. ഓരോ വാക്കും അവൻ എഴുതിയത് സ്വന്തം ഹൃദയത്തിൽ നിന്നായിരുന്നു. ഒരുപക്ഷെ ആ എഴുത്ത് അവനൊരു തരം ചികിത്സ കൂടിയായിരുന്നിരിക്കാം. ബാല്യകാല സഖി എഴുതി തീർന്നപ്പോൾ അതൊരു പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുക എന്നതായിരുന്നു അടുത്ത കടമ്പ. അക്കാലത്ത് ഇന്നത്തെ പോലെ ആർക്കും പുസ്തകം അടിച്ചിറക്കാൻ എളുപ്പമല്ല. മാത്രമല്ല, ബഷീറിൻ്റെ കയ്യിൽ അതിനുള്ള പണവുമില്ല. അവൻ ആ കൈയെഴുത്ത് പ്രതിയുമായി പല പ്രസാധകരെയും സമീപിച്ചു. പലരും ആ പുസ്തകം വായിച്ചു നോക്കി മുഖം ചുളിച്ചു മടക്കി കൊടുത്തു. ഇതെന്തൊരു ഭാഷ, ഇതിൽ സാഹിത്യമൊന്നുമില്ലല്ലോ, വെറും സംസാര ഭാഷ പോലിരിക്കുന്നു എന്നായിരുന്നു പലരുടെയും അഭിപ്രായം. അന്നത്തെ സാഹിത്യലോകം പണ്ഡിതന്മാരുടേതായിരുന്നു. സംസ്കൃതം കലർന്ന സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഭാഷയിലായിരുന്നു മിക്ക കൃതികളും. അതിനിടയിലേക്കാണ് ബഷീർ തൻ്റെ ലളിതമായ ജീവസുറ്റ ഭാഷയുമായി കടന്നുവരുന്നത്. ആദ്യമൊന്നും ആരുമത് സ്വീകരിക്കാൻ തയ്യാറായില്ല. പലരുടെയും പരിഹാസങ്ങൾ അവന് കേൾക്കേണ്ടി വന്നു. ഇതൊക്കെയാണോ സാഹിത്യം എന്ന് ചോദിച്ച് പുച്ഛിച്ചവരുണ്ട്. പക്ഷേ ബഷീർ തളർന്നില്ല. തൻ്റെ എഴുത്തിൽ അവന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. കാരണം അതവൻ്റെ ഹൃദയത്തിൽ നിന്നെടുത്ത വാക്കുകളായിരുന്നു. ഒടുവിൽ ഒരുപാട് അലച്ചിലുകൾക്ക് ശേഷം കറൻ ബുക്സ് എന്നൊരു ചെറിയ പ്രസാധകൻ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി. ബാല്യകാല സഖി എന്ന് പുറത്തിറങ്ങിയതോടെ മലയാള സാഹിത്യത്തിൽ ഒരു പുതിയ ചരിത്രം കുറിക്കപ്പെടുകയായിരുന്നു. ആ പുസ്തകം വായിച്ച സാധാരണക്കാരായ വായനക്കാർക്ക് തങ്ങളുടെ ജീവിതം തന്നെയാണ് അതിൽ കാണാൻ കഴിഞ്ഞത്. മജീദിൻ്റെയും സുഹ്റയുടെയും വേദന അവരുടെ സ്വന്തം വേദനയായി. കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും അത്തരം മജീദുമാരും സുഹ്റമാരും ഉണ്ടായിരുന്നു. ആ പുസ്തകം ഒരുപാട് പേരെ കരയിപ്പിച്ചു. അതൊരു വിജയമായിരുന്നു. ബഷീർ എന്ന എഴുത്തുകാരനെ മലയാളികൾ തിരിച്ചറിയാൻ തുടങ്ങിയത് ബാല്യകാല സഖിയിലൂടെയാണ്. പ്രശസ്ത സാഹിത്യ നിരൂപകനായ MP പോൾ ആ പുസ്തകത്തിന് ഒരു അവതാരിക എഴുതി. അതിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഇത് ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരു ഏടാണ്. ഇതിൻ്റെ ഓരോ അക്ഷരത്തിലും കണ്ണുനീരിൻ്റെ നനവുണ്ട് എന്ന്. അത് വളരെ ശരിയായിരുന്നു. ബാല്യകാല സഖി വെറുമൊരു ഭാവനാ സൃഷ്ടിയായിരുന്നില്ല. അത് ബഷീറിൻ്റെ തന്നെ ജീവിതമായിരുന്നു. അതിലെ മജീദ് എന്ന കഥാപാത്രം കടന്നുപോകുന്ന പട്ടിണിയും തൊഴിലില്ലായ്മയും പ്രണയനഷ്ടവുമെല്ലാം ബഷീർ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങളായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആ നോവലിന് ഇന്നും ഇത്രയേറെ വായനക്കാരുള്ളത്. ബാല്യകാല സഖിയുടെ വിജയത്തോടെ ബഷീർ എന്ന എഴുത്തുകാരൻ സാഹിത്യലോകത്ത് തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു. പക്ഷേ അവൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അതുകൊണ്ടൊന്നും തീർന്നില്ല. സാമ്പത്തികമായി അവൻ അപ്പോഴും ബുദ്ധിമുട്ടുകയായിരുന്നു. എങ്കിലും എഴുത്തു തുടരാൻ ആ വിജയം അവനൊരു വലിയ പ്രചോദനമായി. അവൻ കണ്ടതും അനുഭവിച്ചതുമായ ജീവിതങ്ങൾ, അവൻ്റെ യാത്രകളിൽ കണ്ടുമുട്ടിയ മനുഷ്യർ, ജയിലിൽ അനുഭവിച്ച യാതനകൾ എല്ലാം അവൻ്റെ മനസ്സിൽ കഥകളായി പുനർജനിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. വൈക്കത്തെ ആ സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ മലയാള സാഹിത്യത്തിൻ്റെ സുൽത്താനായി മാറാനുള്ള യാത്രയുടെ തുടക്കമായിരുന്നു അത്. പട്ടിണിയുടെയും
വേദനയുടെയും തീച്ചൂളയിൽ നിന്നാണ് എക്കാലത്തെയും മികച്ച പ്രണയകഥകളിലൊന്ന് അവൻ മലയാളത്തിന് സമ്മാനിച്ചത്. ബാല്യകാലസഖിയുടെ വിജയത്തോടെ ബഷീർ എന്ന പേര് കേരളത്തിൽ പതിയെ അറിയപ്പെട്ടു തുടങ്ങിയിരുന്നു. പക്ഷേ അവൻ്റെ ഉള്ളിലെ പഴയ വിപ്ലവകാരി അപ്പോഴും അടങ്ങിയിരുന്നില്ല. അക്കാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് സർ CP രാമസ്വാമി അയ്യർ എന്ന അതിശക്തനായ ദിവാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണരീതികൾക്കെതിരെ നാട്ടിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ബഷീർ തൻ്റെ തൂലിക ഒരു വാളായി ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു. സർ CPയുടെ ഭരണത്തെ കളിയാക്കിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടും അവൻ ലേഖനങ്ങളും കഥകളും എഴുതുന്നു. പ്രജാമണ്ഡലം എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളിലും സജീവമാകുന്നു. ഭരണകൂടത്തെ വിമർശിക്കുന്നവരെ കാത്തിരിക്കുന്നതെന്താണെന്ന് അവന് നന്നായി അറിയാമായിരുന്നു: ജയിൽവാസം. അധികം വൈകാതെ അതുതന്നെ സംഭവിച്ചു. ഒരു ദിവസം പോലീസ് വന്ന് അവനെ അറസ്റ്റ് ചെയ്യുന്നു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് അയക്കുന്നു. അതായിരുന്നു അവൻ്റെ രണ്ടാമത്തെ പ്രധാന ജയിൽവാസം. ആദ്യത്തേത് കോഴിക്കോട് വെച്ച് സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തതിനായിരുന്നുവെങ്കിൽ ഇത്തവണ അത് സ്വന്തം എഴുത്തിൻ്റെ ശക്തി കൊണ്ടായിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ ജയിൽ ഒരു ഭീകരമായ സ്ഥലമായിരുന്നു. കൊടുംകുറ്റവാളികളും രാഷ്ട്രീയ തടവുകാരും അവിടെ ഉണ്ടായിരുന്നു. ജയിലിലെ ജീവിതം കഠിനമായിരുന്നു. എങ്കിലും ബഷീർ അവിടെയും തൻ്റേതായൊരു ലോകം കണ്ടെത്തുന്നു. അവൻ ജയിൽ മുറ്റത്ത് ഒരു ചെറിയ പൂന്തോട്ടമുണ്ടാക്കാൻ തീരുമാനിക്കുന്നു. ജയിൽ അധികൃതരുടെ സമ്മതം വാങ്ങി അവൻ അവിടെ മണ്ണുരുക്കി പലതരം റോസാ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നു. ദിവസവും അതിന് വെള്ളമൊഴിച്ചും വളമിട്ടും അവൻ ആ ചെടികളെ പരിപാലിച്ചു. താമസിയാതെ ആ തരിശുഭൂമിയിൽ മനോഹരമായ ചുവന്ന റോസാപ്പൂക്കൾ വിരിയാൻ തുടങ്ങി. ആ കാഴ്ച ജയിലിലെ പല തടവുകാരുടെയും മനസ്സിൽ ഒരു ചെറിയ സന്തോഷം നിറച്ചു. ബഷീറിൻ്റെ റോസ് ഗാർഡൻ ജയിലിൽ പ്രശസ്തമായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായൊരു സംഭവം ഉണ്ടാകുന്നു. അവൻ തൻ്റെ പൂന്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ഉയർന്ന മതിലിനപ്പുറത്ത് നിന്ന് ഒരു സ്ത്രീ ശബ്ദം കേൾക്കുന്നു. അതവനെ അത്ഭുതപ്പെടുത്തി. കാരണം ആ മതിലിനപ്പുറം സ്ത്രീ തടവുകാർക്കുള്ള വാർഡായിരുന്നു. അതുവരെ അങ്ങനെയൊരു ശബ്ദം അവൻ കേട്ടിരുന്നില്ല. ഒരുപക്ഷെ പുതുതായി വന്ന ഏതെങ്കിലും തടവുകാരിയാകാം. ഈ പൂന്തോട്ടത്തിൽ നിന്ന് കുറച്ച് പൂക്കൾ ഇങ്ങോട്ട് തരുമോ? അതായിരുന്നു ആദ്യത്തെ ചോദ്യം. ശബ്ദത്തിന് നല്ല മധുരമുണ്ടായിരുന്നു. അവൻ ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. പിന്നെ മതിലിനപ്പുറത്തേക്ക് വിളിച്ചു ചോദിച്ചു, ആരാണത്? ഞാനിവിടുത്തെ ഒരു തടവുകാരിയാണ്, പേര് നാരായണി. ആ മറുപടി കേട്ടതോടെ ബഷീറിൻ്റെ മനസ്സിൽ ഒരു കൗതുകം മുട്ടിട്ടു. അവൻ അവളെ കാണുന്നില്ല, അവൾ അവനെയും കാണുന്നില്ല. അവർക്കിടയിൽ ഒരു വലിയ മതിൽ തടസ്സമായി നിൽക്കുന്നു. പക്ഷേ ആ മതിലിന് മുകളിലൂടെ അവരുടെ ശബ്ദങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങി. അതൊരു പുതിയ അനുഭവമായിരുന്നു. അവർ സംസാരിക്കാൻ തുടങ്ങി. ദിവസവും രാവിലെ അവൻ പൂന്തോട്ടത്തിലെത്തുമ്പോൾ അവൾ അവനെ കാത്തിരിക്കും. അവർ തങ്ങളുടെ കഥകൾ പരസ്പരം പറഞ്ഞു. അവൾ എന്തിനാണ് ജയിലിലായതെന്നും അവളുടെ നാടെവിടെയാണെന്നും വീട്ടിൽ ആരുണ്ടെന്നുമെല്ലാം അവൾ അവനോട് പറഞ്ഞു. അവൻ തൻ്റെ ജീവിതത്തെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും അലച്ചിലുകളെക്കുറിച്ചുമെല്ലാം അവളോടും പറഞ്ഞു. ദിവസങ്ങൾ കഴിയുന്തോറും ആ സംഭാഷണങ്ങൾ വളർന്നു. അതൊരു സൗഹൃദമായി. പിന്നെ എപ്പോഴോ അതൊരു പ്രണയമായി മാറി. ലോകചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു പ്രണയം. പരസ്പരം കാണാതെ ശബ്ദം മാത്രം കേട്ട് മതിലിനിരുവശവും ഇരുന്ന് അവർ പ്രണയിച്ചു. അവളുടെ ചിരിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ മനസ്സിൽ അവളുടെ രൂപം സങ്കല്പിച്ചു. അവൾക്ക് ഇരുണ്ട നീണ്ട മുടിയുണ്ടായിരിക്കുമെന്നും വിടർന്ന കണ്ണുകളായിരിക്കുമെന്നും അവൻ സങ്കല്പിച്ചു. അതുപോലെ അവൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ സംസാരത്തിൽ നിന്ന് അവളും അവൻ്റെ രൂപം മനസ്സിൽ വരച്ചിട്ടുണ്ടാവാം. അതൊരു വിചിത്രമായ പ്രണയമായിരുന്നു. മതിലുകൾ കെട്ടിയടച്ച രണ്ട് മനുഷ്യർ ശബ്ദം കൊണ്ട് പരസ്പരം സ്വാതന്ത്ര്യം നൽകുകയായിരുന്നു. അവരുടെ പ്രണയത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല, മതിലുകൾ ഉണ്ടായിരുന്നില്ല. അവൻ ദിവസവും രാവിലെ തോട്ടത്തിലെ ഏറ്റവും നല്ല റോസാപ്പൂക്കൾ പറിച്ച് മതിലിന് മുകളിലൂടെ അവൾക്കായി എറിഞ്ഞുകൊടുക്കും. അപ്പുറത്തുനിന്ന് ആ പൂക്കൾ സ്വീകരിക്കുന്ന അവളുടെ സന്തോഷം നിറഞ്ഞ ശബ്ദം കേൾക്കുമ്പോൾ അവൻ്റെ ലോകം മുഴുവൻ പ്രകാശിക്കുന്നതുപോലെ തോന്നും. ചിലപ്പോൾ അവൾ ചെറിയ മരച്ചില്ലകളോ ഇലകളോ തിരിച്ച് ഇങ്ങോട്ടേക്ക് എറിഞ്ഞു തരും. അതായിരുന്നു അവരുടെ സമ്മാനങ്ങൾ. പരസ്പരം കാണാൻ കഴിയില്ലെങ്കിലും തങ്ങൾ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ ആ ചെറിയ കാര്യങ്ങൾ അവർക്ക് നൽകി. അവർ ഒരുമിച്ച് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യണം? അവർ ഒരുമിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. ഒരു ചെറിയ വീട്, അതിലൊരു പൂന്തോട്ടം. അവിടെ തങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന മനോഹരമായ ഒരു ചിത്രം അവർ മനസ്സിൽ വരച്ചിട്ടുണ്ടാവാം. പക്ഷേ ആ സ്വപ്നങ്ങൾക്കിടയിലും ഒരു വലിയ യാഥാർത്ഥ്യം അവരെ ഭയപ്പെടുത്തി. തങ്ങൾ എന്നാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ലായിരുന്നു. ഒടുവിൽ അവർക്കത് സഹിക്കാൻ കഴിയാതെയായി.
പരസ്പരമൊന്ന് കാണണം, ആ മുഖമൊന്ന് കാണാതെ, ആ രൂപമൊന്ന് കാണാതെ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അവർക്ക് തോന്നി. അവർ രഹസ്യമായ ഒരു പദ്ധതിയിട്ടു. ജയിലിലെ ആശുപത്രിയിൽ വെച്ച് കാണാമെന്ന്. അസുഖമുണ്ടെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകണം. ചിലപ്പോൾ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വാർഡുകൾ അടുത്തടുത്തായിരിക്കും. അവിടെ വെച്ച് ഒരുപക്ഷെ ഒരു നിമിഷത്തേക്കെങ്കിലും പരസ്പരം കാണാൻ കഴിഞ്ഞേക്കും. അതൊരു സാഹസമായിരുന്നു. പിടിക്കപ്പെട്ടാൽ വലിയ ശിക്ഷ കിട്ടും. എങ്കിലും അവർ ആ അവസരമൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവർ അതിനായി ഒരു ദിവസം നിശ്ചയിച്ചു. ആ ദിവസത്തിനു വേണ്ടി ബഷീർ ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്നു. ഓരോ നിമിഷവും അവൻ അവളുടെ രൂപം മനസ്സിൽ സങ്കല്പിച്ചു നോക്കി. ആദ്യമായി കാണുമ്പോൾ എന്ത് സംസാരിക്കും, എങ്ങനെ ചിരിക്കും? അവന്റെ മനസ്സിൽ 1000 ചോദ്യങ്ങളായിരുന്നു. നിശ്ചയിച്ച ദിവസം രാവിലെ അവൻ അസുഖം അഭിനയിച്ച് ആശുപത്രിയിലേക്ക് പോകുന്നു. അവന്റെ ഹൃദയം പടപടാ ഇടിക്കുന്നുണ്ടായിരുന്നു. അവൻ ആശുപത്രിയിലെത്തി ചുറ്റും നോക്കി. എവിടെയാണ് നാരായണി? അവൻ അവളെ അന്വേഷിച്ചു നടന്നു. പക്ഷെ എവിടെയും അവിടെ കാണാനില്ല. അവനൊരു നഴ്സിനോട് പതിയെ ചോദിച്ചു, നാരായണി എന്നൊരു തടവുകാരിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ആ നഴ്സിന്റെ മറുപടി ഒരു ഇടിത്തീ പോലെയാണ് അവന്റെ ഹൃദയത്തിൽ പതിച്ചത്. നാരായണിയോ? അവർക്ക് ഇന്നലെ ജയിൽ മോചനം കിട്ടിയല്ലോ. അവർ ഇന്നലെ വൈകുന്നേരം പോയി. ആ വാക്കുകൾ കേട്ട് ബഷീർ ഒരു നിമിഷം തകർന്നുപോയി. അവന്റെ ലോകം തലകീഴായി മറിഞ്ഞതുപോലെ തോന്നി. ഇന്നലെ അവൾ മോചിതയായി. അവൾക്ക് അവനോട് പറയാൻ പോലും കഴിഞ്ഞില്ല. അവൻ ഇന്നും അവളെ കാണാൻ വരുമെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. അവൻ തിരിച്ചു തന്റെ സെല്ലിലേക്ക് നടന്നു. അവന്റെ കാലുകൾക്ക് ഭാരം വെച്ചതുപോലെ. ഇനിയൊരിക്കലും ആ ശബ്ദം കേൾക്കില്ല. ആ മതിലിനപ്പുറത്ത് ഇനി നാരായണിയില്ല. അവൻ ആ പൂന്തോട്ടത്തിലേക്ക് നോക്കി. ആ റോസാപ്പൂക്കൾക്ക് ഇപ്പോൾ ഒരു ഭംഗിയുമില്ലാത്തതുപോലെ അവന് തോന്നി. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നായിരുന്നു അത്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ശബ്ദം കൊണ്ട് മാത്രം പ്രണയിച്ച ആ കാമുകി ഒരു വാക്കുപോലും പറയാതെ അവന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷയായിരിക്കുന്നു. പുറത്തിറങ്ങിയാൽ അവളെ എങ്ങനെ കണ്ടെത്തും? അവളുടെ മുഖം പോലും അവൻ അറിയില്ല. അതൊരു തീരാവേദനയായി അവന്റെ മനസ്സിൽ അവശേഷിച്ചു. വർഷങ്ങൾക്ക് ശേഷം ബഷീർ തന്റെ ഈ അനുഭവത്തെ ഒരു അനശ്വര സാഹിത്യ സൃഷ്ടിയാക്കി മാറ്റി. അതാണ് മതിലുകൾ. ആ നോവലിലൂടെ മതിലുകൾ കൊണ്ട് വേർപിരിഞ്ഞ ആ പ്രണയം ലോകം മുഴുവൻ അറിഞ്ഞു. അവന്റെ വ്യക്തിപരമായ നഷ്ടം സാഹിത്യത്തിന്റെ ലോകത്തിലെ ഒരു വലിയ നേട്ടമായി മാറി. ജയിൽവാസം അവന് നൽകിയത് വേദന മാത്രമായിരുന്നില്ല, കാലത്തെ അതിജീവിക്കുന്ന ഒരു പ്രണയകഥ കൂടിയായിരുന്നു. ജയിൽവാസവും അലച്ചിലുകളും നിറഞ്ഞ ആ പഴയ ജീവിതത്തിൽ നിന്ന് ബഷീർ പതിയൊരു പുതിയ തീരത്തേക്ക് അടുക്കുകയായിരുന്നു. അത് കുടുംബജീവിതമെന്ന ശാന്തമായ, എന്നാൽ ചിലപ്പോൾ കൊടുങ്കാറ്റുകൾ നിറഞ്ഞതുമായൊരു തുറമുഖമായിരുന്നു. ഫാബി എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അദ്ദേഹം കോഴിക്കോടിനടുത്തുള്ള ബേപ്പൂരിൽ ഒരു ചെറിയ വീട്ടിൽ താമസമാക്കുന്നു. ഒരു എഴുത്തുകാരന് എഴുതാൻ വേണ്ട ശാന്തമായൊരു ജീവിതം, അതായിരുന്നു ഒരുപക്ഷെ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാകുക. പക്ഷെ ബഷീറിന് അങ്ങനെ ഒരു സമാധാനം കിട്ടാൻ വിധിയുണ്ടായിരുന്നില്ല. കാരണം ആ വീട് അദ്ദേഹത്തിൻ്റേത് മാത്രമായിരുന്നില്ല. അതൊരു വലിയ കുടുംബത്തിൻ്റെ മുഴുവൻ ആശ്രയ കേന്ദ്രമായിരുന്നു. ബഷീറിൻ്റെ ബേപ്പൂരിലെ ആ വീടൊരു സാധാരണ വീടായിരുന്നില്ല. അതൊരു സർക്കസ് കൂടാരമോ ഒരു മൃഗശാലയോ അല്ലെങ്കിൽ ഒരു സത്രമോ ഒക്കെ ആണെന്ന് നമുക്ക് തോന്നാം. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നറിയാമോ? ബഷീറും ഫാബിയും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉമ്മ, സഹോദരങ്ങൾ, അവരുടെ ഭാര്യമാർ, മക്കൾ, അങ്ങനെ ഒരു വലിയ മനുഷ്യക്കൂട്ടം. അവരിൽ പലരും ജോലിയൊന്നുമില്ലാത്തവരാണ്. എല്ലാവരുടെയും പ്രതീക്ഷ ബഷീറിലാണ്. പുസ്തകം എഴുതി കിട്ടുന്ന റോയൽറ്റി കൊണ്ട് വേണം ആ വലിയ കുടുംബം മുഴുവൻ പട്ടിണിയില്ലാതെ കഴിയാൻ. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ എപ്പോഴും ബഹളമാണ്. രാവിലെ എഴുന്നേറ്റാൽ തുടങ്ങും ഓരോരുത്തർക്കും പണത്തിനായുള്ള ആവശ്യങ്ങൾ. ബഷീറെ, അരി വാങ്ങാൻ കാശില്ല, എനിക്ക് മരുന്ന് വാങ്ങണം, കുട്ടികളുടെ ഫീസ് കൊടുക്കണം. ഈ ആവശ്യങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരിടത്ത് സമാധാനമായി ഇരുന്ന് എഴുതാനൊരു സ്ഥലം കണ്ടെത്തുക എന്നത് അദ്ദേഹത്തിനൊരു വലിയ സ്വപ്നം മാത്രമായിരുന്നു. ഈ മനുഷ്യർ മാത്രമല്ല ആ വീട്ടിലെ താമസക്കാർ. അവിടെ ഒരുപാട് മൃഗങ്ങളുമുണ്ടായിരുന്നു. ബഷീറിന് ജീവജാലങ്ങളോട് വലിയ സ്നേഹമായിരുന്നു. അതുകൊണ്ട് ആ വീട്ടിൽ പൂച്ചകളും പട്ടികളും കാക്കകളും കോഴികളുമെല്ലാം ഒരു പേടിയുമില്ലാതെ കയറിയിറങ്ങി നടന്നു. അവയെല്ലാം ആ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയായിരുന്നു. രാവിലെ ആയാൽ കാക്കകൾക്ക് ചോറ് കൊടുക്കണം, പൂച്ചകൾക്ക് മീൻ കൊടുക്കണം. അവയ്ക്കെല്ലാം കൃത്യമായി ഭക്ഷണം കിട്ടുന്നുണ്ടെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. ഈ ബഹളങ്ങൾക്കിടയിലായിക്കാണ് ആ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം കടന്നു വരുന്നത്. ഒരാട്. അത് സാധാരണ ഒരാടായിരുന്നില്ല. ബഷീറിൻ്റെ സഹോദരിയായ പാത്തുമ്മയുടെ ആടായിരുന്നു. പാത്തുമ്മയ്ക്ക് ആ ആടിനോട് ജീവനായിരുന്നു. കാരണം ആ ആടിനെ വിറ്റുകിട്ടുന്ന കാശുകൊണ്ട് വേണം അവർക്ക് മകളുടെ കല്യാണം നടത്താൻ. അതുകൊണ്ട് ആ വീട്ടിലെ ആ ആടിനൊരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. അവൾ ഗർഭിണിയുമായിരുന്നു. അതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി.
ഗർഭിണിയായതുകൊണ്ട് അതിന് വിശപ്പ് കൂടും, അതിന് നല്ല ഭക്ഷണം കൊടുക്കണമെന്നായിരുന്നു പാത്തുമ്മയുടെ വാദം. ആ വാദമാട് ശരിക്കും മുതലെടുത്തു. അവൾ ആ വീട് മുഴുവൻ ഭരിക്കാൻ തുടങ്ങി. കണ്ണിൽ കണ്ടതെല്ലാം അവൾ തിന്നാൻ തുടങ്ങി. അടുക്കളയിൽ വെച്ച ചോറും കറികളും, മുറ്റത്തുണങ്ങാനിട്ട വസ്ത്രങ്ങൾ, കുട്ടികളുടെ പുസ്തകങ്ങൾ ഒന്നും അവൾ ബാക്കി വച്ചില്ല. വീട്ടിലുള്ളവരെല്ലാം ആടിനെ കൊണ്ട് പൊറുതിമുട്ടി. പക്ഷെ ആര് പരാതി പറഞ്ഞാലും പാത്തുമ്മ സമ്മതിക്കില്ല. അതൊരു മിണ്ടാപ്രാണിയല്ലേ, അതിന് വിശന്നിട്ടല്ലേ എന്ന മറുപടിയിൽ എല്ലാ പരാതികളും അവസാനിക്കും. ഈ മൃഗരാജ്യത്തിലെ ഏറ്റവും വലിയ ഇര ആരായിരുന്നുവെന്നറിയാമോ? സാക്ഷാൽ ബഷീർ തന്നെ. അദ്ദേഹത്തിന്റെ മുറിയിലേക്കായിരുന്നു ആടിന്റെ പ്രധാന കടന്നുകയറ്റം. കാരണം അവിടെയായിരുന്നു അവൾക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളുണ്ടായിരുന്നത്, പുസ്തകങ്ങൾ. അദ്ദേഹം വായിക്കാൻ വെച്ച വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ, മാസികകൾ, എന്തിനേറെ അദ്ദേഹം എഴുതിവെച്ച കയ്യെഴുത്തു പ്രതികൾ വരെ അവൾ കരകര ശബ്ദത്തോടെ തിന്നാൻ തുടങ്ങി. അദ്ദേഹം ഒരു നിമിഷം പുറത്തുപോയി തിരിച്ചു വരുമ്പോഴേക്കും മേശപ്പുറത്തിരിക്കുന്ന പുസ്തകത്തിന്റെ പകുതി ആടിന്റെ വായിലായിരിക്കും. അത് കണ്ട് ദേഷ്യം വന്ന ആടിനെ ഓടിക്കാൻ നോക്കുമ്പോൾ പാത്തുമ്മ ഓടി വന്ന് അതിനെ സംരക്ഷിക്കും. അതൊരു സ്ഥിരം കാഴ്ചയായി. ഈ സംഭവങ്ങളെല്ലാം ബഷീർ എന്ന മനുഷ്യനെ ഒരുപാട് ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടാവാം. കാരണം അദ്ദേഹത്തിൻ്റെതായ സ്വന്തം ലോകം, ആ എഴുത്തുമുറി പോലും മറ്റുള്ളവർ കയ്യേറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്വകാര്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു വശത്ത് പണത്തിനു വേണ്ടിയുള്ള വീട്ടുകാരുടെ കരച്ചിൽ, മറുവശത്ത് ഈ ആടിന്റെ ശല്യം. ഇതിനിടയിലിരുന്ന് എങ്ങനെയാണ് പുതിയ കഥകൾ എഴുതുക? പലപ്പോഴും അദ്ദേഹം ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല നിങ്ങൾ എന്നുറക്കം നിലവിളിച്ചിട്ടുണ്ട്. പക്ഷെ ബഷീർ എന്ന എഴുത്തുകാരൻ ഇവിടെയാണ് വ്യത്യസ്തനാവുന്നത്. ഒരു സാധാരണ മനുഷ്യൻ ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ഈ അനുഭവങ്ങളെ അദ്ദേഹം നർമ്മം കൊണ്ട് പൊതിഞ്ഞു. ഈ ബഹളങ്ങളെ, ഈ പ്രാരാബ്ധങ്ങളെ അദ്ദേഹം വെറുക്കുകയല്ല ചെയ്തത്, മറിച്ച് അതിനെയെല്ലാം സ്നേഹത്തോടെ നിരീക്ഷിക്കുകയായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഈ അരാജകത്വത്തെ അദ്ദേഹം ഒരു വലിയ തമാശയായി കണ്ടു. ആ കാഴ്ചപ്പാടിൽ നിന്നാണ് പാത്തുമ്മയുടെ ആട് എന്ന ലോകപ്രശസ്തമായ നോവൽ പിറക്കുന്നത്. ആ നോവലിൽ കഥാപാത്രങ്ങൾ ആരാണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ ഉമ്മ, സഹോദരങ്ങൾ, അവരുടെ ഭാര്യമാർ, മക്കൾ, പിന്നെ ആ വിശ്വവിഖ്യാതയായ ആടും. ആ പുസ്തകത്തിൽ വില്ലന്മാരില്ല. എല്ലാവരും നന്മയുള്ളവരാണ്. പട്ടിണി കൊണ്ടും സ്നേഹം കൊണ്ടും അവർ പരസ്പരം വഴക്കിടുന്നു, സഹായിക്കുന്നു, ചിരിക്കുന്നു. ആ ആടുപോലും ഒരു വില്ലനല്ല. വിശപ്പ് സഹിക്കാൻ വയ്യാതെ പുസ്തകം തിന്നുന്ന ഒരു പാവം ജീവി മാത്രം. ബഷീർ തൻ്റെ സ്വന്തം ജീവിതത്തെ ഒരു തമാശ കഥ പോലെ ലോകത്തോട് പറയുകയായിരുന്നു. ആ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചിരിക്കും. പക്ഷെ ആ ചിരിക്കുള്ളിൽ നേർത്ത ഒരു കണ്ണുനീരിൻ്റെ നനവുണ്ട്. ഒരു വലിയ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ഒറ്റയ്ക്ക് ചുമലിലേറ്റുന്ന ഒരു എഴുത്തുകാരൻ്റെ വേദനയുണ്ട്. പാത്തുമ്മയുടെ ആട് വെറുമൊരു നോവലല്ല, അത് ബഷീറിൻ്റെ ജീവിതം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വീടെങ്ങനെയായിരുന്നു, അവിടുത്തെ മനുഷ്യർ എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഒരു നേർചിത്രമാണത്. ആ വീട്ടിലെ ഓരോ സംഭാഷണങ്ങളും ഓരോ വഴക്കുകളും അദ്ദേഹം അതേപടി പകർത്തിവെച്ചു. ലോകത്ത് ഒരുപക്ഷെ ഒരു എഴുത്തുകാരനും സ്വന്തം കുടുംബത്തെ ഇത്രയും പച്ചയായി, ഇത്രയും സ്നേഹത്തോടെ ആവിഷ്കരിച്ചിട്ടുണ്ടാവില്ല. പുസ്തകം പ്രസിദ്ധീകരിച്ച് വർഷങ്ങൾക്ക് ശേഷവും ആളുകൾ ചോദിക്കുമായിരുന്നു, ഇപ്പോഴും ആ ആടവിടെയുണ്ടോ, അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എവിടെയെന്ന്. അത്രയേറെ ആ കഥാപാത്രം ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞുപോയിരുന്നു. ബേപ്പൂരിലെ ആ ചെറിയ വീട്ടിലിരുന്ന് തൻ്റെ ചുറ്റുമുള്ള ബഹളങ്ങളെ അതിജീവിച്ച് ബഷീർ എഴുതിയ ആ കൃതി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നിനെ അദ്ദേഹം എങ്ങനെയാണ് സർഗാത്മകമായി മറികടന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. തൻ്റെ ജീവിതാനുഭവങ്ങളെ ഇത്രയേറെ നർമ്മബോധത്തോടെ കാണാൻ കഴിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്ന വലിയ പദവിക്ക് അർഹനായത്. ആ ആട് തിന്നത് പുസ്തകങ്ങളുടെ താളുകൾ മാത്രമായിരുന്നില്ല, ഒരു എഴുത്തുകാരൻ്റെ ക്ഷമയെയും സമാധാനത്തെയുമായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം ഊർജം ഉൾക്കൊണ്ട് ലോകോത്തരമായ ഒരു കൃതി രചിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ബേപ്പൂരിലെ ആ മൃഗശാലയിൽ പാത്തുമ്മയുടെ ആടും മറ്റു ജീവജാലങ്ങളും മനുഷ്യരും ചേർന്ന് ഒരു ബഹളലോകം സൃഷ്ടിച്ചപ്പോൾ ആ ലോകത്തിനൊരു നാഥനാവശ്യമായിരുന്നു. ബഷീർ ആ ലോകത്തെ സുൽത്താനായിരുന്നെങ്കിലും ഒരു സുൽത്താന് ഭരിക്കണമെങ്കിൽ ഒരു രാജ്ഞി വേണമല്ലോ, അല്ലെങ്കിൽ ആ സാമ്രാജ്യം നോക്കി നടത്താൻ കഴിവുള്ള ഒരു മന്ത്രിയെങ്കിലും വേണം. 50 വയസ്സ് കഴിഞ്ഞ ബഷീർ ജീവിതത്തിൽ ആദ്യമായി ആ സത്യം തിരിച്ചറിയുന്നു. തനിക്കൊരു കൂട്ടുവേണം. ഈ പ്രാരാബ്ധങ്ങൾക്കിടയിൽ ഈ എഴുത്തിൻ്റെ ലോകത്തിൽ തനിക്കൊരു താങ്ങും തണലുമാകാൻ ഒരാൾ. അങ്ങനെയാണ് അദ്ദേഹം ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത്. അതൊരു സാധാരണ വിവാഹാലോചനയായിരുന്നില്ല. അപ്പോഴേക്കും ബഷീർ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ ബഷീറിൻ്റെ നിബന്ധനകൾ വിചിത്രമായിരുന്നു.
പണമോ സൗന്ദര്യമോ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അളവുകോൽ. തൻ്റെ ഈ അരാജകമായ ജീവിതം മനസ്സിലാക്കാൻ കഴിവുള്ള, തൻ്റെ ലോകവുമായി പൊരുത്തപ്പെട്ടു പോകാൻ മനസ്സുള്ള ഒരാളെയായിരുന്നു അദ്ദേഹത്തിന് ആവശ്യം. പല ആലോചനകളും വന്നുപോയി. ഒന്നും അദ്ദേഹത്തിന് തൃപ്തിയായില്ല. അങ്ങനെയിരിക്കെയാണ് ഫാത്തിമ ബീവി എന്ന ഫാബി എന്ന പെൺകുട്ടിയുടെ ആലോചന വരുന്നത്. ബഷീറിനേക്കാൾ വളരെ ചെറുപ്പമാണ് ഫാബിക്ക്. സ്കൂൾ കാലം മുതലേ ബഷീറിൻ്റെ കടുത്ത ആരാധികയായിരുന്നു അവർ. അദ്ദേഹത്തിൻ്റെ ബാല്യകാല സഖിയും മതിലുകളുമൊക്കെ വായിച്ച് ആ എഴുത്തുകാരനെ മനസ്സിൽ ആരാധിച്ചു നടന്ന ഒരു സാധാരണ പെൺകുട്ടി. പ്രശസ്തനായ ആ എഴുത്തുകാരൻ തന്നെ വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. ബഷീർ എന്ന വലിയ എഴുത്തുകാരനെ കാണാൻ അല്പം ഭയത്തോടെയും അതിലേറെ ആരാധനയോടെയുമാണ് ഫാബി അദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കുന്നത്. ബഷീർ അവരോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ അതൊന്നും സാധാരണ ഒരു പെണ്ണ് കാണൽ ചടങ്ങിലെ സംസാരമായിരുന്നില്ല. അദ്ദേഹം സംസാരിച്ചത് തൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്, തൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച്, തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, തൻ്റെ എഴുത്തു ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളെക്കുറിച്ച്. എന്നെ വിവാഹം കഴിച്ചാൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഒരു രാജകുമാരിയെപ്പോലെ ജീവിക്കാമെന്ന് കരുതരുത്. ഈ കാണുന്ന പ്രാരാബ്ധങ്ങളുടെ നടുവിലേക്കാണ് കയറി വരേണ്ടത്. അദ്ദേഹം എല്ലാം തുറന്നു പറഞ്ഞു. ചരിത്രകാരന്മാർക്കിടയിൽ ഇന്നും ഒരു സംശയമുണ്ട്. അതൊരു പ്രണയവിവാഹമായിരുന്നോ അതോ ബഷീറിൻ്റെ ജീവിത സാഹചര്യങ്ങൾ ആവശ്യപ്പെട്ട ഒരു പ്രായോഗിക തീരുമാനമായിരുന്നു എന്ന്. കാരണം എന്തുതന്നെയായാലും ആ കൂടിക്കാഴ്ചയിൽ ബഷീർ ഒരു കാര്യം തിരിച്ചറിഞ്ഞു: ഈ പെൺകുട്ടിക്ക് തൻ്റെ ലോകം മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ 1958 തൻ്റെ 50ാമത്തെ വയസ്സിൽ ബഷീർ ഫാബിയെ വിവാഹം കഴിക്കുന്നു. അതൊരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു. ഫാബി എന്ന ആ യുവതി ബഷീറിൻ്റെ ഭാര്യയായി ബേപ്പൂരിലെ ആ വീട്ടിലേക്ക് കാലെടുത്തു വച്ചപ്പോൾ അവർ കണ്ടത് അതുവരെ പുസ്തകങ്ങളിൽ മാത്രം വായിച്ചറിഞ്ഞ ഒരു ലോകമാണ്. ഒരു വശത്ത് ബഷീറിൻ്റെ ഉമ്മയും സഹോദരങ്ങളും അവരുടെ മക്കളും അടങ്ങുന്ന ഒരു വലിയ കുടുംബം. മറുവശത്ത് മനുഷ്യരെ പോലെ ആ വീട്ടിൽ അവകാശങ്ങളോടെ ജീവിക്കുന്ന ഒരുപാട് മൃഗങ്ങൾ. കൂടാതെ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും തങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ ഒരു നോക്ക് കാണാനും സംസാരിക്കാനും എത്തുന്ന അതിഥികളുടെ ഒരു പ്രവാഹം. ആദ്യമൊക്കെ ആ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടാൻ അവർ ഒരുപാട് ബുദ്ധിമുട്ടി. അതൊരു യുദ്ധം തന്നെയായിരുന്നു. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നീളുന്ന ഒരു യുദ്ധം. വരുന്ന അതിഥികൾക്കെല്ലാം ചായ കൊടുക്കണം, വീട്ടിലുള്ളവരുടെ എല്ലാം ആവശ്യങ്ങൾ അറിയണം, ബഷീറിന് എഴുതാനുള്ള സമാധാനം ഉണ്ടാക്കി കൊടുക്കണം. ഇതിനെല്ലാം ഇടയിൽ കയ്യിലാണെങ്കിൽ ആവശ്യത്തിന് പണവുമില്ല. ബഷീറിന് കിട്ടുന്ന റോയൽറ്റി മാത്രമാണ് ഏക വരുമാനം. അത് എന്തിനും തികയില്ല. മാസാവസാനമാകുമ്പോഴേക്കും കടം വാങ്ങേണ്ട അവസ്ഥ വരും. ഒരു സാധാരണ സ്ത്രീ ആ സാഹചര്യത്തിൽ തകർന്നു പോയനെ. പക്ഷെ ഫാബി തളർന്നില്ല. അവർ പതിയെ ആ സാമ്രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ തുടങ്ങി. ഫാബി ബഷീർ എന്ന സ്ത്രീയുടെ കഴിവ് അവിടെയാണ് ലോകം കാണുന്നത്. അവർ വെറുമൊരു ഭാര്യയായിരുന്നില്ല. ബഷീറിൻ്റെ മാനേജർ, എഡിറ്റർ, ഫിനാൻഷ്യൽ കൺട്രോളർ എല്ലാമായിരുന്നു അവർ. ബഷീർ എന്ന മനുഷ്യൻ കുട്ടികളെപ്പോലെ നിഷ്കളങ്കനും പലപ്പോഴും പ്രായോഗിക ബുദ്ധിയില്ലാത്ത ആളുമായിരുന്നു. കയ്യിൽ കാശ് കിട്ടിയാൽ അത് വാരിക്കോരി ആവശ്യക്കാർക്ക് കൊടുക്കും. നാളെ എന്ത് ചെയ്യുമെന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിനൊരു ചിന്തയുമില്ല. ഈ സുൽത്താനെ നിയന്ത്രിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഫാബിയാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അവർ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. വരുന്ന വരുമാനം കൃത്യമായി ചിലവഴിക്കാൻ പഠിച്ചു. ബഷീറിൻ്റെ പുസ്തകങ്ങളുടെ റോയൽറ്റി കൃത്യമായി കിട്ടുന്നുണ്ടോ എന്ന് പ്രസാധകരുമായി ബന്ധപ്പെട്ട് അവർ ഉറപ്പുവരുത്തി. ബഷീർ എഴുതി പൂർത്തിയാക്കുന്ന കൈയെഴുത്ത് പ്രതികൾ വൃത്തിയായി പകർത്തിയെഴുതി പ്രസാധകർക്ക് അയച്ചു കൊടുക്കുന്ന ജോലി അവർ സ്വയം ഏറ്റെടുത്തു. ചിലപ്പോൾ ബഷീർ എഴുതിവെച്ച കഥകൾ വായിച്ചു നോക്കി അതിൽ തിരുത്തലുകൾ നിർദ്ദേശിക്കാൻ പോലും അവർ ധൈര്യം കാണിച്ചു. തുടക്കത്തിൽ ബഷീർ അതിനെ എതിർത്തെങ്കിലും ഫാബിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും ശരിയാണെന്ന് അദ്ദേഹത്തിന് പിന്നീട് ബോധ്യമായി. ബഷീറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ താങ്ങ് ഫാബിയായിരുന്നു. അദ്ദേഹം പലപ്പോഴും വിഷാദരോഗത്തിന് അടിമപ്പെടുമായിരുന്നു. പഴയകാലത്തെ ദുരിതപൂർണമായ ഓർമ്മകൾ, എഴുത്തിൻ്റെ മാനസിക സംഘർഷങ്ങൾ ഇവയെല്ലാം അദ്ദേഹത്തെ തളർത്തിക്കളയും. അങ്ങനെയുള്ള സമയങ്ങളിൽ അദ്ദേഹം ആരോടും സംസാരിക്കാതെ ദിവസങ്ങളോളം മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടും. ആ സമയങ്ങളിൽ ഒരു നിഴൽ പോലെ ഫാബി അദ്ദേഹത്തോടൊപ്പം നിന്നു. അവർ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു, അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു, വീണ്ടും എഴുതാനുള്ള കരുത്ത് നൽകി. ഫാബി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബഷീറിൻ്റെ പല മഹത്തായ കൃതികളും പൂർത്തിയാകുമായിരുന്നില്ലെന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. അവർ തമ്മിലുള്ള ബന്ധം ഒരു സാധാരണ ഭാര്യ-ഭർത്തൃബന്ധമായിരുന്നില്ല. അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. അവർ ഒരുപാട് തമാശകൾ പറയുമായിരുന്നു, വഴക്കിടുമായിരുന്നു.
ബഷീർ അദ്ദേഹത്തിൻ്റെ കഥകളിലെ ഒരു കഥാപാത്രത്തെ പോലെയാണ് ഫാബിയോട് പെരുമാറിയിരുന്നത്. ചിലപ്പോൾ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും, ചിലപ്പോൾ കുട്ടികളെപ്പോലെ വാശി പിടിച്ചു വഴക്കിടും. ഫാബി എന്ന ആ സ്ത്രീ ആ വലിയ മനുഷ്യൻ്റെ എല്ലാ പ്രാന്തുകളും സ്നേഹത്തോടെ സഹിച്ചു. അവർ ബഷീറിന് 2 മക്കളെ സമ്മാനിച്ചു, ഷാഹിനെയും അനീസിനെയും. ബഷീർ എന്ന പുരുഷൻ ചരിത്രത്തിൽ ഒരുപക്ഷെ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വ്യക്തിത്വമാണ്. ബഷീർ എന്ന വലിയ മരത്തിൻ്റെ തണലിൽ അവർ ജീവിച്ചു. പക്ഷേ ആ മരത്തിന് താങ്ങായി നിന്ന വേര് അവരായിരുന്നു. ബേപ്പൂരിലെ ആ സുൽത്താൻ്റെ സാമ്രാജ്യം ചിതറിപ്പോകാതെ കാത്തുസൂക്ഷിച്ചത് ആ രാജ്ഞിയായിരുന്നു. എഴുത്തിൻ്റെ ലോകത്ത് ഒറ്റയ്ക്ക് സഞ്ചരിച്ച ബഷീറിന് ജീവിതയാത്രയിൽ അവർ ഒരു വലിയ കൂട്ടായി. ബഷീറിൻ്റെ ജീവിതത്തിലെ ബാല്യകാല സഖി സുഹറയായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതസഖി ഫാബിയായിരുന്നു. ആ തിരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശരിയായ തീരുമാനങ്ങളിലൊന്നായിരുന്നു. ഫാബി എന്ന ആ പ്രധാനമന്ത്രി ബേപ്പൂരിലെ ആ സാമ്രാജ്യത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ ഒരുവിധം ചിട്ടപ്പെടുത്തിയപ്പോൾ അവിടുത്തെ സുൽത്താൻ തൻ്റെ സിംഹാസനത്തിൽ പൂർണ്ണമായും അവരോധിക്കപ്പെടുകയായിരുന്നു. ബേപ്പൂർ സുൽത്താൻ. ആ പേര് അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്നറിയാമോ? അത് അദ്ദേഹം സ്വയം ചാർത്തിയെടുത്ത ഒരു പദവിയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തും മറ്റൊരു വലിയ എഴുത്തുകാരനുമായ എസ്.കെ. പൊറ്റക്കാടാണ് തമാശ രൂപത്തിൽ ആ പേര് ആദ്യമായി വിളിക്കുന്നത്. ബേപ്പൂരിലെ ആ ചെറിയ വീട്ടിലിരുന്ന് ഒരു സാമ്രാജ്യവും സൈന്യവുമില്ലാതെ ലോകത്തോട് മുഴുവൻ സംസാരിക്കുന്ന ഈ മനുഷ്യനെ ഒരു സുൽത്താൻ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുക? ആ പേര് ബഷീറിന് നന്നായി ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അതങ്ങോട്ട് ഏറ്റെടുത്തു. അതോടെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പേരിനൊപ്പം ബേപ്പൂർ സുൽത്താൻ എന്ന പേരും മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞു. എന്തായിരുന്നു ആ സുൽത്താൻ്റെ സാമ്രാജ്യം? അത് വലിയ കോട്ടകളോ കൊട്ടാരങ്ങളോ ആയിരുന്നില്ല. ബേപ്പൂരിലെ ആ വീടിൻ്റെ മുറ്റത്ത് നിന്നിരുന്ന ഒരു മാംഗോസ്റ്റിൻ മരത്തിൻ്റെ ചുവടായിരുന്നു ആ സാമ്രാജ്യം. ആ മരച്ചുവട്ടിലെത്ത ഒരു ചാരിക്കസേരയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിംഹാസനം. ആ സിംഹാസനത്തിലിരുന്ന് ബഷീർ തൻ്റെ പ്രജകളെ സ്വീകരിച്ചു. ആരായിരുന്നു ആ പ്രജകൾ? അത് ജാതിമതഭേദമന്യേ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തെ കാണാനും കേൾക്കാനും സ്നേഹിക്കാനും വന്നിരുന്ന ഒരു വലിയ കൂട്ടം മനുഷ്യരായിരുന്നു. എഴുത്തുകാർ, സിനിമാക്കാർ, രാഷ്ട്രീയക്കാർ, കോളേജ് വിദ്യാർത്ഥികൾ, സാധാരണക്കാരായ നാട്ടുകാർ, മീൻപിടുത്തക്കാർ, അങ്ങനെ ആർക്കു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആ ദർബാർ ഹാളിലേക്ക് കടന്നു വരാമായിരുന്നു. അവിടെ പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ലായിരുന്നു. ആ സുൽത്താൻ്റെ ദിനചര്യകൾ വളരെ വിചിത്രമായിരുന്നു. അദ്ദേഹം വളരെ വൈകിയാണ് ഉറക്കമുണരുക. ഉണർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് പഴയ ഹിന്ദി പാട്ടുകളുടെ ശബ്ദം ഒഴുകി വരും. ഒരു പഴയ ഗ്രാമഫോണിൽ KL സൈഗളിൻ്റെയും പങ്കജ മല്ലിക്കിൻ്റെയും ഗാനങ്ങൾ. ആ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് അദ്ദേഹം പ്രഭാതകൃത്യങ്ങൾ നിർവഹിക്കുക. അതിനുശേഷം മുറ്റത്തെ ആ ചാരിക്കസേരയിൽ വന്നിരിക്കും. അതോടെ ബേപ്പൂർ സുൽത്താൻ്റെ ദർബാർ ആരംഭിക്കുകയായി. അദ്ദേഹത്തെ കാണാൻ വരുന്നവർക്ക് പ്രത്യേകിച്ചൊരു കാരണത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ചിലർക്ക് സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കണം, മറ്റു ചിലർക്ക് അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വേണം, വേറെ ചിലർക്ക് ആ വലിയ മനുഷ്യനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. വരുന്നവർ വെറും കൈയോടെ ആയിരുന്നില്ല വന്നിരുന്നത്. പലപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പലഹാരങ്ങളോ പഴങ്ങളോ അല്ലെങ്കിൽ വിദേശത്തുനിന്ന് കൊണ്ടുവന്ന എന്തെങ്കിലും കൗതുക വസ്തുക്കളോ അവരുടെ കയ്യിലുണ്ടാകും. എന്നാൽ ബഷീർ അതിലൊന്നും വലിയ താല്പര്യം കാണിക്കില്ല. അദ്ദേഹത്തിന് പ്രധാനം വരുന്ന മനുഷ്യരായിരുന്നു. ആ സദസ്സിലെ സംഭാഷണങ്ങൾ പ്രവചിക്കാൻ കഴിയില്ലായിരുന്നു. ചിലപ്പോൾ വളരെ ഗൗരവമുള്ള വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. സാഹിത്യം, രാഷ്ട്രീയം, തത്വചിന്ത, അങ്ങനെ എന്തും. പെട്ടെന്നായിരിക്കും അദ്ദേഹം ഒരു വലിയ തമാശ പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിക്കുക. വരുന്ന ആളുകളെ കളിയാക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഹോബിയായിരുന്നു. അവരുടെ പേരിനെക്കുറിച്ചോ രൂപത്തെക്കുറിച്ചോ സംസാര രീതിയെക്കുറിച്ചോ അദ്ദേഹം എന്തെങ്കിലും ഒരു തമാശ കണ്ടെത്തും. പക്ഷെ ആ കളിയാക്കലിൽ സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആരും അത് കാര്യമാക്കിയില്ല. മറിച്ച് അദ്ദേഹത്തോടൊപ്പം അവരും ആ തമാശയിൽ പങ്കുചേർന്ന് ചിരിച്ചു. ഒരു മന്ത്രിയോട് സംസാരിക്കുന്ന അതേ ലാഘവത്തോടെയായിരിക്കും അദ്ദേഹം ഒരു സാധാരണക്കാരനായ വിദ്യാർത്ഥിയോടും സംസാരിക്കുക. അദ്ദേഹത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരായിരുന്നു. ആ ദർബാറിലെത്തുന്ന എല്ലാവർക്കും
സുൽത്താൻ ഒരു പ്രത്യേക പാനീയം നൽകുമായിരുന്നു, സുലൈമാനി. അത് വെറുമൊരു കട്ടൻ ചായ ആയിരുന്നില്ല. ഏലക്കയും പട്ടയും ഗ്രാമ്പൂവും ഒക്കെ ഇട്ട് പ്രത്യേകം തയ്യാറാക്കുന്നൊരു ചായ. അതിലൽപ്പം നാരങ്ങാനീരും ചേർക്കും. ബഷീറിൻ്റെ അഭിപ്രായത്തിൽ ഒരു സുലൈമാനി കുടിച്ചാൽ ലോകത്തിലെ ഏതു പ്രശ്നത്തിനും ഒരൽപ്പം ആശ്വാസം കിട്ടും. ആരെന്തു പ്രശ്നവുമായി വന്നാലും അദ്ദേഹം ആദ്യം പറയുക, ഒരു സുലൈമാനി കുടിക്ക്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നായിരിക്കും. ആ ചായ ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്നു. ആ വീട്ടിൽ വരുന്ന ആരും വിശന്നിട്ടോ ദാഹിച്ചിട്ടോ മടങ്ങിപ്പോകരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. മാംഗോസ്റ്റീൻ മരച്ചുവട്ടിലെ ആ സിംഹാസനത്തിലിരുന്ന് ബഷീർ ലോകം മുഴുവൻ സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ലോകഭൂപടം കാണും. കാണാൻ വരുന്നവരോട് അവർ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ച് ആ സ്ഥലം ഭൂപടത്തിൽ കണ്ടെത്തും. എന്നിട്ട് ആ നാടിനെക്കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയും. ചിലപ്പോൾ ഒരു തമാശ രൂപത്തിൽ ഇങ്ങനെ ചോദിക്കും, അവിടുത്തെ പ്രധാനമന്ത്രിക്ക് സുഖം തന്നെയല്ലേ എന്ന്. ആ ചെറിയ വീട്ടിലെ ചെറിയ മുറ്റത്തിരുന്ന് അദ്ദേഹം ലോകകാര്യങ്ങൾ അറിഞ്ഞു, ലോകത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിന് ചുറ്റുമിരിക്കുന്നവരുമായി മാത്രമല്ല, ആ മുറ്റത്തെ ചെടികളോടും പക്ഷികളോടും മൃഗങ്ങളോടും അദ്ദേഹം സംസാരിക്കുമായിരുന്നു. അവരെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രജകളായിരുന്നു. ഈ സുൽത്താൻ ഒരു ഭ്രാന്തനായിരുന്നു എന്ന് ചിലർക്ക് തോന്നിയേക്കാം. അതെ, അദ്ദേഹത്തിൻ്റെതായ ചില ഭ്രാന്തുകളുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, അദ്ദേഹത്തിന് ചെടികൾ നടുന്നത് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ വെറുതെ നടുകയല്ല, ഓരോ ചെടി നടുമ്പോഴും അതിൻ്റെ ചുവട്ടിൽ ഓരോ നാണയത്തുട്ടുകൾ ഇടുന്ന ഒരു ശീലമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആരെങ്കിലും ആ ചെടി വെട്ടിമാറ്റുകയാണെങ്കിൽ അവർക്ക് ആ പണം കിട്ടുമല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ന്യായം. അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള ആളുകൾക്ക് അദ്ദേഹം കത്തുകൾ എഴുതുമായിരുന്നു. ചിലപ്പോൾ വെറും തമാശയ്ക്ക്, ഇവിടെ ബേപ്പൂരിൽ സുൽത്താൻ സുഖമായിരിക്കുന്നു, അവിടെ നിങ്ങൾക്ക് സുഖമാണോ എന്നെഴുതി വല്ല വിദേശ രാജ്യത്തെ പ്രസിഡന്റിനും കത്തയച്ചെന്നിരിക്കും. ബേപ്പൂർ സുൽത്താൻ എന്ന ആ പദവി ബഷീർ എന്ന മനുഷ്യൻ സ്വയം സൃഷ്ടിച്ചെടുത്ത ഒരു പ്രതിരോധ കവചം കൂടിയായിരുന്നിരിക്കാം. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും തൻ്റെ ഉള്ളിലെ വിഷാദത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. ആ ചാരുകസേരയിൽ നിന്ന് സുൽത്താനായി മാറുമ്പോൾ അദ്ദേഹം തൻ്റെ എല്ലാ പ്രശ്നങ്ങളും മറക്കുന്നു. അദ്ദേഹം കഥകളുടെയും തമാശകളുടെയും ഒരു ലോകം സൃഷ്ടിക്കുന്നു. ആ ലോകത്ത് എല്ലാവർക്കും സന്തോഷം മാത്രം. ആ മാംഗോസ്റ്റീൻ മരം ഒരു സാധാരണ മരമായിരുന്നില്ല, അതൊരു കൽപ്പവൃക്ഷമായിരുന്നു. അതിൻ്റെ ചുവട്ടിലിരുന്ന് അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചത് എണ്ണമറ്റ കഥകളാണ്. പ്രേമലേഖനം, ഡുപ്പുപ്പാക്കൊരാനയുണ്ടാർന്നു, ആനവാരിയും പൊൻകുരിശും തുടങ്ങി നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കൃതികളെല്ലാം പിറന്നത് ആ ദർബാർ ഹാളിൽ വച്ചാണ്. അങ്ങനെ ബേപ്പൂരിലെ ആ സുൽത്താൻ ഒരു രൂപ പോലും നികുതി പിരിക്കാതെ, ഒരു സൈന്യത്തിൻ്റെ പോലും പിൻബലമില്ലാതെ സ്നേഹം കൊണ്ട് ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. ആ സാമ്രാജ്യത്തിലെ നിയമം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: ചിരിക്കുക, ചിന്തിക്കുക, സ്നേഹിക്കുക. ആ സിംഹാസനം ഇന്നും ബേപ്പൂരിൽ ആ വീട്ടിലുണ്ട്. ആ മാംഗോസ്റ്റീൻ മരവും ഇന്നും അവിടെയുണ്ട്. ആ സുൽത്താൻ മാത്രം അവിടെയില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും കഥകളും ആ വായുവിൽ ഇന്നും തങ്ങി നിൽക്കുന്നു. ബേപ്പൂർ സുൽത്താൻ്റെ മാംഗോസ്റ്റീൻ മരച്ചൂട്ടിലെ ദർബാറിൽ മനുഷ്യർ മാത്രമല്ല പ്രജകളായി ഉണ്ടായിരുന്നതെന്ന് നമ്മൾ കണ്ടുവല്ലോ. ആ സിംഹാസനത്തിലിരുന്ന് അദ്ദേഹം സംസാരിച്ചിരുന്നത് അദ്ദേഹത്തെ കാണാൻ വരുന്ന മനുഷ്യരോട് മാത്രമായിരുന്നില്ല. ആ സംസാരത്തിൽ മുറ്റത്തെ പുൽച്ചാടികളും മരക്കൊമ്പിലിരിക്കുന്ന കാക്കകളും മതിലിൻ്റെ പുത്തിൽ താമസിക്കുന്ന പാമ്പുകളും പങ്കുചേർന്നിരുന്നു. കാരണം ബഷീറിൻ്റെ ലോകത്തിൽ മനുഷ്യർ മാത്രമായിരുന്നില്ല ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും മനുഷ്യനുള്ള അതേ അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചിന്തയാണ് ബഷീറിനെ മറ്റെല്ലാ എഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു കഥയുടെ പേര് ഭൂമിയുടെ അവകാശികൾ എന്നാണ്. ആ പേര് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തത്വവും. ഈ ഭൂമി മനുഷ്യനു മാത്രം താമസിക്കാനുള്ള ഒരിടമല്ല, അത് കോടിക്കണക്കിന് ജീവജാലങ്ങളുടെ കൂടി വീടാണ്. പാറ്റയും പല്ലിയും പാമ്പും എലിയും പക്ഷികളുമെല്ലാം അതിൻ്റെ അവകാശികളാണ്. അവയെ കൊല്ലാനോ ഉപദ്രവിക്കാനോ മനുഷ്യന് യാതൊരു അധികാരവുമില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസം. ഈ വിശ്വാസം വെറുമൊരു വാക്കിലൊതുങ്ങിയില്ല. അദ്ദേഹം അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു തന്നു. ബേപ്പൂരിലെ ആ വീടിൻ്റെ പറമ്പ് ഒരു ചെറിയ കാട് പോലെയായിരുന്നു. പലതരം മരങ്ങളും ചെടികളും അവിടെ വളർന്നു നിന്നു.
ആ പറമ്പിൽ ഒരു പാമ്പ് താമസിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലുള്ളവർക്കെല്ലാം അതിനെ വലിയ പേടിയായിരുന്നു. അതിനെ തല്ലിക്കൊല്ലണമെന്ന് പലരും ബഷീറിനോട് പറഞ്ഞു. പക്ഷെ അദ്ദേഹം സമ്മതിച്ചില്ല. അതൊരു പാവം ജീവിയല്ലേ, അത് അതിൻ്റെ വഴിക്ക് ജീവിച്ചോട്ടെ, നമ്മളെ ഉപദ്രവിക്കാൻ വന്നില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അദ്ദേഹം അതിനെ ഉപദ്രവിക്കരുതെന്ന് വീട്ടിലുള്ളവർക്ക് കർശനമായ നിർദ്ദേശം നൽകി. മാത്രമല്ല, ഇടയ്ക്കിടെ കുറച്ച് പാൽ ഒരു പാത്രത്തിലാക്കി ആ പാമ്പിൻ്റെ മാളത്തിനടുത്ത് കൊണ്ടുപോയി വയ്ക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ ആ പാമ്പ് ആ വീടിൻ്റെ ഒരു കാവൽക്കാരനെ പോലെയായിരുന്നു. അതുപോലെ ആ വീട്ടിലെത്തുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും അദ്ദേഹം ഓരോ പേരുകൾ നൽകിയിരുന്നു. അവയെല്ലാം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു. രാവിലെ ആയാൽ കാക്കകൾ അദ്ദേഹത്തിൻ്റെ ജനലിനരികിൽ വന്നിരുന്ന് കരയാൻ തുടങ്ങും. എന്താടാ, വിശക്കുന്നുണ്ടോ? ഇപ്പം തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവയ്ക്ക് ചോറ് വിളമ്പിക്കൊടുക്കും. ആ കാക്കകൾ കൊണ്ടുവരുന്ന വാർത്തകളെക്കുറിച്ച് അദ്ദേഹം തമാശ രൂപത്തിൽ സംസാരിക്കും. മുറ്റത്ത് വരുന്ന പൂച്ചക്കുഞ്ഞുങ്ങളോട് അദ്ദേഹം മണിക്കൂറുകളോളം വർത്തമാനം പറഞ്ഞിരിക്കും. അവയുടെ ഓരോ ചലനവും അദ്ദേഹം ശ്രദ്ധിക്കും. അവയ്ക്ക് വിശക്കുന്നുണ്ടോ, അവയ്ക്ക് എന്തു വേണമെന്നെല്ലാം ഒരമ്മയുടെ ശ്രദ്ധയോടെ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഈ സ്നേഹം പക്ഷികളോടും മൃഗങ്ങളോടും മാത്രമായിരുന്നില്ല. ഏറ്റവും നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ജീവികളോടും അദ്ദേഹത്തിന് ഇതേ മനോഭാവമായിരുന്നു. വീട്ടിൽ ഒരു ഉറുമ്പ് ശല്യമുണ്ടായാൽ അതിനെ കൊല്ലുന്നതിനു പകരം ഒരു കഷ്ണം ശർക്കരയെടുത്ത് മുറ്റത്തൊരിടത്ത് കൊണ്ടുപോയി വയ്ക്കും. നിങ്ങൾക്കിവിടെയാണ് ഭക്ഷണം, അകത്തേക്ക് വരേണ്ട എന്ന് അവയോട് പറയും. അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തികൾ കണ്ട് വീട്ടിലുള്ളവരും നാട്ടുകാരും പലപ്പോഴും കളിയാക്കിയിട്ടുണ്ട്. ബഷീറിന് ഭ്രാന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും അദ്ദേഹത്തെ മാറ്റിയതേയില്ല. അദ്ദേഹത്തിൻ്റെ ലോകം വലുതായിരുന്നു. ആ ലോകത്ത് മനുഷ്യനും മൃഗവും പക്ഷിയും പുഴുവുമെല്ലാം ഒരേ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. ചില ചരിത്രകാരന്മാർക്കിടയിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഇത് പരിസ്ഥിതിയെക്കുറിച്ചുള്ള അഗാധമായ ഒരു ബോധ്യമായിരുന്നോ അതോ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഒരു തരം ഭ്രാന്തായിരുന്നോ എന്ന്. കാരണം എന്തു തന്നെയായാലും ഈ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെ ഇത്രയേറെ മാന്ത്രികമാക്കിയത്. ബഷീറിൻ്റെ കഥകൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ കഥകളിൽ മൃഗങ്ങളും പക്ഷികളും മനുഷ്യരെപ്പോലെ സംസാരിക്കും. അവർക്ക് വികാരങ്ങളുണ്ട്, ചിന്തകളുണ്ട്, തത്വചിന്തകളുണ്ട്. നൃപ്പപ്പാക്കൊരു ആനയുണ്ടാർന്നു എന്ന നോവലിലെ കുഴിയാനയെ ഓർമ്മയില്ലേ? വളരെ നിസാരനായൊരു ജീവി. പക്ഷേ ആ കുഴിയാനയിലൂടെ ബഷീർ പറയുന്നത് ജീവിതത്തിൻ്റെ വലിയൊരു തത്വമാണ്. കാലം എത്ര മാറിയാലും മനുഷ്യൻ്റെ അഹങ്കാരം എത്ര വലുതായാലും എല്ലാറ്റിനും മേതെ ഒരു ശക്തിയുണ്ടെന്ന വലിയൊരു സത്യം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല കഥകളിലും ആനകളും ആടുകളും പൂച്ചകളും എട്ടുകാലികളും പാറ്റകളും വരെ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നു. അവരിലൂടെ അദ്ദേഹം മനുഷ്യൻ്റെ പൊള്ളത്തരങ്ങളെയും അഹങ്കാരങ്ങളെയും കളിയാക്കുന്നു. ഈ പ്രകൃതി സ്നേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ചെടികൾ നടുന്നത് വലിയ ഇഷ്ടമായിരുന്നുവെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ബേപ്പൂരിലെ വീട്ടുമുറ്റത്ത് അദ്ദേഹം ഒരുപാട് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു. മാവും പ്ലാവും പേരയും ചാമ്പയും പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മാംഗോസ്റ്റീൽ. ആ മരങ്ങളിൽ കായ്ക്കുന്ന പഴങ്ങൾ ആദ്യം കഴിക്കാനുള്ള അവകാശം പക്ഷികൾക്കും അണ്ണാനും മറ്റു ജീവികൾക്കുമായിരുന്നു. അവർ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് മാത്രമേ മനുഷ്യർക്ക് കഴിക്കാൻ പാടുള്ളൂ എന്നൊരു അലിഖിത നിയമം ആ വീട്ടിലുണ്ടായിരുന്നു. അവരും ഈ ഭൂമിയുടെ അവകാശികളല്ലേ, അവർക്ക് നമ്മളെപ്പോലെ കടയിൽ പോയി വാങ്ങാൻ പറ്റുമോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. അദ്ദേഹത്തിൻ്റെ എഴുത്തുമുറി ഒരു ചെറിയ മൃഗശാല പോലെ ആയിരുന്നുവെന്ന് ഫാബി ബഷീർ ഓർമ്മിക്കുന്നുണ്ട്. അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പൂച്ച വന്ന് അദ്ദേഹത്തിൻ്റെ മടിയിൽ കയറിക്കിടക്കും. ജനലരികിൽ ഒരു കാക്ക വന്നിരുന്ന് അദ്ദേഹത്തെ നോക്കിയിരിക്കും. ചിലപ്പോൾ ഒരു അണ്ണാൻ മേശപ്പുറത്തുകൂടി ഓടിപ്പോകും. അദ്ദേഹം അവയെ ഒന്നും ഓടിച്ചു വിടില്ല. അവരെല്ലാം തൻ്റെ എഴുത്തിന് സാക്ഷികളാകാൻ വന്നവരാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഈ ജീവജാലങ്ങളുമായുള്ള നിരന്തരമായ സംവാദങ്ങളിൽ നിന്നായിരിക്കാം അദ്ദേഹത്തിന് കഥകൾക്കുള്ള പല ആശയങ്ങളും ലഭിച്ചിട്ടുണ്ടാവുക. മനുഷ്യൻ എന്ന ജീവി എത്ര നിസ്സാരനാണെന്നും ഈ പ്രപഞ്ചത്തിൽ അവനൊരു പൊടിപടലം മാത്രമാണെന്നുമുള്ള ഒരു വലിയ തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ തിരിച്ചറിവിൽ നിന്നാണ് ഈ സ്നേഹം മുഴുവനുണ്ടാകുന്നത്. താൻ മറ്റെല്ലാ ജീവികളെക്കാളും വലിയവനാണെന്ന മനുഷ്യൻ്റെ അഹങ്കാരത്തെ അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ടും എഴുത്തുകൊണ്ടും ചോദ്യം ചെയ്തു. ഒരു പാമ്പിനെ പോലും കൊല്ലാൻ മടിച്ച ആ വലിയ മനുഷ്യൻ ലോകത്തിന് നൽകിയത്
വളരെ ലളിതവും എന്നാൽ വളരെ ശക്തവുമായ ഒരു സന്ദേശമാണ്. ഈ ഭൂമി നമ്മുടെ മാത്രമല്ല. ഇതിലെ ഓരോ പുൽക്കൊടിക്കും ഓരോ ജീവനും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. ആ അവകാശത്തെ ബഹുമാനിക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാകുന്നത്. ബഷീറിൻ്റെ സാഹിത്യം വായിക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തമാശകൾ കേട്ടിട്ടാണ്. പക്ഷേ ആ ചിരിക്കപ്പുറം പ്രകൃതിയെക്കുറിച്ചുള്ള, ജീവനെക്കുറിച്ചുള്ള വലിയൊരു പാഠം അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബേപ്പൂരിലെ സുൽത്താൻ തൻ്റെ പ്രജകളായ മനുഷ്യരോടും മൃഗങ്ങളോടും പക്ഷികളോടും സംസാരിച്ചത് നമ്മൾ കണ്ടു. പക്ഷേ ആ മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിലിരുന്ന് അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിച്ചത് മറ്റൊരാളോടായിരുന്നു. പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ആ വലിയ ശക്തിയോട്, ദൈവത്തോട്. ബഷീറിൻ്റെ ദൈവം അമ്പലങ്ങളിലും പള്ളികളിലും ഒതുങ്ങിക്കൂടുന്ന മനുഷ്യർക്ക് പേടിയുള്ള ഒരു ദൈവമായിരുന്നില്ല. മറിച്ച് ഒരു സുഹൃത്തിനെ പോലെ എപ്പോൾ വേണമെങ്കിലും എന്തും തുറന്നു പറയാൻ കഴിയുന്ന, ചിലപ്പോൾ വഴക്കിടാൻ പോലും സ്വാതന്ത്ര്യമുള്ള ഒരു ചങ്ങാതിയായിരുന്നു. ഈ ഒരു ബന്ധമാണ് ബഷീറിൻ്റെ എഴുത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. അദ്ദേഹത്തിൻ്റെ കഥകളിലെ കഥാപാത്രങ്ങൾ പലപ്പോഴും ബഷീർ തന്നെ. ആകാശത്തേക്ക് നോക്കി ദൈവത്തോട് നേരിട്ട് സംസാരിക്കും. എടോ, നിനക്ക് കണ്ണില്ലേ? ഞാനിവിടെ പട്ടിണി കടന്ന് ചാവാറായത് നീ കാണുന്നില്ലേ എന്ന് പച്ചയായി ചോദിക്കാൻ അവർക്കൊരു മടിയുമില്ല. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോൾ, അനീതികൾ കാണുമ്പോൾ അവർ ദൈവത്തെ ചോദ്യം ചെയ്യും. എന്തിനാണെടോ നീ ഇങ്ങനെ ഒരു ലോകം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്? ഇവിടെ പണക്കാർ കൂടുതൽ പണക്കാരാകുന്നു, പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനാകുന്നു. ഇതാണോ നിന്റെ നീതി എന്നൊക്കെ വളരെ നിഷ്കളങ്കമായി, എന്നാൽ നെഞ്ചിൽ തട്ടുന്ന രീതിയിൽ അവർ ചോദിക്കും. ഇതൊരു ദൈവനിഷേധമായിരുന്നില്ല, മറിച്ച് സ്നേഹമുള്ളവർ തമ്മിൽ വഴക്കിടുന്നത് പോലെയുള്ള ഒരു സംവാദമായിരുന്നു അത്. ഈ സംഭാഷണങ്ങളിലൂടെ ബഷീർ പറഞ്ഞത് ജീവിതത്തിൻ്റെ വലിയ തത്വചിന്തകളായിരുന്നു. പക്ഷേ ആ തത്വചിന്തകൾ വലിയ പണ്ഡിതന്മാർ പറയുന്നത് പോലെ കട്ടിയുള്ള വാക്കുകളിലായിരുന്നില്ല. വളരെ ലളിതമായ, നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ തമാശ കലർത്തിയാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. പ്രേമലേഖനം എന്ന നോവലിലെ കേശവൻ നായർ എന്ന കഥാപാത്രം പറയുന്നൊരു വാചകമുണ്ട്. സാറാമ്മ എന്ന ക്രിസ്ത്യാനി പെൺകുട്ടിയെ പ്രണയിക്കുന്ന കേശവൻ നായർ എന്ന ഹിന്ദു യുവാവ് മതം ഒരു പ്രശ്നമാകുമോ എന്ന് ഭയപ്പെടുന്ന കാമുകിയോട് പറയുന്നുണ്ട്, സാറാമ്മേ, ഞാൻ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസൽമാനോ ഒന്നുമല്ല, ഞാൻ സ്നേഹമെന്നൊരൊറ്റ മതത്തിൽ വിശ്വസിക്കുന്നവനാണ്. വളരെ ലളിതമായ ഒരു വാചകം. പക്ഷേ അതിലൂടെ ബഷീർ പറഞ്ഞു വെച്ചത് മതങ്ങളുടെ എല്ലാ അതിർവരമ്പുകൾക്കപ്പുറത്തുള്ള മനുഷ്യസ്നേഹത്തിൻ്റെ വലിയൊരു തത്വമാണ്. അതുപോലെ ശബ്ദങ്ങൾ എന്ന നോവൽ ബഷീറിൻ്റെ എഴുത്തുജീവിതത്തിലെ ഒരു വേറിട്ട പരീക്ഷണമാണ്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് തിരിച്ചുവരുന്ന ഒരു പട്ടാളക്കാരൻ്റെ മനസ്സിലൂടെയാണ് ആ കഥ പോകുന്നത്. യുദ്ധം നൽകിയ ഭീകരമായ അനുഭവങ്ങൾ, വിശപ്പ്, ദാരിദ്ര്യം, ലൈംഗിക തൊഴിലാളികളുമായുള്ള ബന്ധങ്ങൾ, ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മയെക്കുറിച്ചുള്ള ചിന്തകൾ, അങ്ങനെ മനുഷ്യൻ്റെ ഏറ്റവും ഇരുണ്ട വശങ്ങളിലൂടെ ആ നോവൽ സഞ്ചരിക്കുന്നു. അതിലെ കഥാപാത്രം നിരന്തരം ദൈവത്തോടും സമൂഹത്തോടും തന്നോട് തന്നെയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ജീവിതം? എന്താണ് മരണം? എന്താണ് പാപം? എന്താണ് പുണ്യം? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ബഷീർ ശ്രമിക്കുന്നില്ല. പകരം ആ ചോദ്യങ്ങൾ വായനക്കാരൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് അവരെക്കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. പല സാഹിത്യ നിരൂപകരും ഇന്നും തർക്കിക്കുന്നൊരു കാര്യമുണ്ട്. ബഷീർ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയായിരുന്നോ അതോ ദൈവത്തെ ഒരു സാഹിത്യോപകരണം മാത്രമായി ഉപയോഗിച്ച ഒരു സംശയവാദിയായിരുന്നോ? ഉത്തരമെന്തായാലും ഒരു കാര്യം വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ ദൈവം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. അത് സ്നേഹമായിരുന്നു, കാരുണ്യമായിരുന്നു, പ്രകൃതിയായിരുന്നു. ദൈവവുമായുള്ള ഈ സംഭാഷണങ്ങൾക്കിടയിൽ ബഷീർ ജീവിതത്തിലെ നന്മതിന്മകളെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലോകത്തിൽ വലിയ പാപങ്ങളോ പുണ്യങ്ങളോ ഇല്ല. വിശക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊരു ജീവിയെ ദ്രോഹിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. ഇതിനപ്പുറം സങ്കീർണമായ തത്വങ്ങളൊന്നും അദ്ദേഹത്തിനില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും സമൂഹത്തിൻ്റെ കണ്ണിൽ തെറ്റുകാരാണ്. കള്ളന്മാർ, വേശ്യകൾ, ഭിക്ഷക്കാർ.
പക്ഷേ ബഷീറിന്റെ കണ്ണിൽ അവരാരും മോശക്കാരല്ല. സാഹചര്യങ്ങൾ കൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ആയിത്തീർന്നത്. അവരുടെ എല്ലാം ഉള്ളിൽ നന്മയുടെ ഒരു കണികയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മതിലുകൾ എന്ന നോവലിലെ നാരായണിയെ ഓർമ്മയില്ലേ? അവളൊരു രാഷ്ട്രീയ തടവുകാരിയല്ല, എന്തോ കുറ്റകൃത്യത്തിൻ്റെ പേരിൽ ജയിലിൽ വന്നതാണ്. പക്ഷേ ബഷീറിൻ്റെ കഥാപാത്രത്തിന് അതൊരു പ്രശ്നമേ അല്ല. അവളുടെ ശബ്ദത്തിലെ സ്നേഹം മാത്രമാണ് അവൻ തിരിച്ചറിയുന്നത്. മനുഷ്യരെ അവരുടെ പ്രവൃത്തികളുടെ പേരിൽ അളക്കാതെ അവരുടെ ഉള്ളിലെ നന്മയെ കണ്ടെത്താൻ ശ്രമിക്കുക എന്നതായിരുന്നു ബഷീറിൻ്റെ രീതി. ഈ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ലഭിച്ചത് ഇന്ത്യയൊട്ടാകെ അലഞ്ഞുതിരിഞ്ഞ ആ കാലത്തായിരിക്കാം. സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലുമുള്ള മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ നന്മയും തിന്മയും ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം കുത്തകയല്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആനവാരിയും പൊൻകുരിശും പോലുള്ള അദ്ദേഹത്തിൻ്റെ തമാശ കഥകളിൽ പോലും ഈ ജീവിത വീക്ഷണം നമുക്ക് കാണാം. ആനവാരി രാമൻ നായരും പൊൻകുരിശു തോമായും വലിയ വീരന്മാരൊന്നുമല്ല. ചെറിയ തട്ടിപ്പുകളും മണ്ടത്തരങ്ങളുമൊക്കെയായി ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണ്. പക്ഷേ അവരുടെ ലോകത്ത് സ്നേഹമുണ്ട്, സൗഹൃദമുണ്ട്, പരസ്പരം സഹായിക്കാനുള്ള മനസ്സുണ്ട്. ആ ലോകത്ത് ആരും വലിയവരെന്നോ ചെറിയവരെന്നോ ഇല്ല. ഈ കഥകളിലൂടെ ബഷീർ നമ്മളെ ചിരിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ജീവിതത്തെ എങ്ങനെ ലളിതമായി കാണാമെന്ന് പഠിപ്പിക്കുക കൂടിയാണ്. വലിയ വലിയ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ ഓടി ജീവിതം സങ്കീർണമാക്കാതെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താമെന്ന് അദ്ദേഹം നമ്മോട് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൃതിയാണ് അനർഘനിമിഷം. അതൊരു ലേഖനങ്ങളുടെ സമാഹാരമാണ്. അതിൽ ജീവിതത്തെയും മരണത്തെയും പ്രപഞ്ചരഹസ്യങ്ങളെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വളരെ ലളിതമായി അവതരിപ്പിക്കുന്നു. ഒരു നിമിഷത്തിൻ്റെ വിലയെക്കുറിച്ച് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ നിമിഷവും എത്രമാത്രം അമൂല്യമാണെന്ന്. കഴിഞ്ഞുപോയതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയോ വരാനിരിക്കുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടുകയോ ചെയ്യാതെ ഈ നിമിഷത്തിൽ ജീവിക്കാനാണ് അദ്ദേഹം പറയുന്നത്. ഈ തത്വങ്ങളെല്ലാം പല വലിയ ഗ്രന്ഥങ്ങളിലും നമുക്ക് വായിക്കാൻ കിട്ടും. പക്ഷേ ബഷീർ അത് പറയുമ്പോൾ അതൊരു സുഹൃത്ത് നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് ബഷീർ ഇന്നും സാധാരണക്കാരുടെ എഴുത്തുകാരനായി നിലനിൽക്കുന്നത്. അവസാനമായി ബഷീർ എന്ന തത്വചിന്തകൻ നമ്മോട് പറഞ്ഞ ഏറ്റവും വലിയ കാര്യം ഇതാണ്: ജീവിതം ഒരു വലിയ അത്ഭുതമാണ്. അതിലെ ഓരോ നിമിഷവും ആഘോഷിക്കുക, സ്നേഹിക്കുക, ചിരിക്കുക, ചുറ്റുമുള്ള ജീവജാലങ്ങളെ ദ്രോഹിക്കാതിരിക്കുക, ദൈവത്തോട് സംശയം തോന്നിയാൽ നേരിട്ട് ചോദിക്കുക. ഈ ലളിതമായ പാഠങ്ങളാണ് ബഷീർ എന്ന വലിയ മനുഷ്യൻ തൻ്റെ ജീവിതം കൊണ്ടും എഴുത്തുകൊണ്ടും നമുക്ക് മുന്നിൽ തുറന്നു വെച്ചത്. അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നില്ല, ഒരു പണ്ഡിതനായിരുന്നില്ല. അദ്ദേഹം നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പക്ഷേ ജീവിതത്തെ അസാധാരണമായ രീതിയിൽ സ്നേഹിക്കാൻ പഠിച്ച ഒരു മനുഷ്യൻ. ബഷീറിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഈ യാത്ര അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. 1994 അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് വർഷങ്ങൾ ഒരുപാടായി. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറ പോലും സ്മാർട്ട് ഫോണുകളുടെയും ഇൻ്റർനെറ്റിൻ്റെയും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികൾ പോലും ബഷീറിൻ്റെ പുസ്തകങ്ങൾ കയ്യിലെടുത്ത് അതിലെ തമാശകൾ വായിച്ചു ചിരിക്കുകയും കഥാപാത്രങ്ങളുടെ വേദനയിൽ കരയുകയും ചെയ്യുന്നത്? എന്താണ് ആ അക്ഷരങ്ങളിലെ മാന്ത്രികത? കാലം മായ്ക്കാത്ത ആ എഴുത്തിൻ്റെ രഹസ്യമെന്താണ്? അതിൻ്റെ ഒന്നാമത്തെ കാരണം, ബഷീർ എന്ന എഴുത്തുകാരൻ സാഹിത്യത്തിൻ്റെ ഉയർന്ന പീഠത്തിലിരിക്കുന്ന ഒരു പണ്ഡിതനായിരുന്നില്ല എന്നതാണ്. അദ്ദേഹം നമ്മളിൽ ഒരാളായിരുന്നു. നമ്മുടെ കൂടെ ചായക്കടയിലിരുന്ന് വർത്തമാനം പറയുന്ന, നമ്മുടെ തോളിൽ കൈയിട്ട് തമാശ പറയുന്ന ഒരു കൂട്ടുകാരൻ. അദ്ദേഹത്തിൻ്റെ ഭാഷ നോക്കൂ. അതുവരെ മലയാള സാഹിത്യം കേട്ടിട്ടില്ലാത്ത ഒരു ഭാഷയായിരുന്നു അത്. സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ. അതിൽ വ്യാകരണത്തിൻ്റെ നിയമങ്ങളില്ല, അലങ്കാരങ്ങളുടെ ഭാരമില്ല. സ്നേഹിക്കുമ്പോൾ എൻ്റെ പെണ്ണെ എന്നും ദേഷ്യം വരുമ്പോൾ തന്തയില്ലാത്തവൻ എന്നും വിളിക്കുന്ന പച്ചയായ മനുഷ്യരുടെ ഭാഷ. ഈ ഭാഷ ഉപയോഗിക്കാൻ അക്കാലത്തൊരിലെത്തുകാരനും ധൈര്യപ്പെട്ടിരുന്നില്ല. സാഹിത്യമെന്നാൽ സംസ്കൃതം കലർന്ന പാണ്ഡിത്യം നിറഞ്ഞ ഒന്നാണെന്നായിരുന്നു അന്നത്തെ ധാരണ. ബഷീർ ആ ധാരണയെ ഒരു തമാശയോടെ ഉടച്ചെറിഞ്ഞു. അദ്ദേഹം ചെയ്തത് ഒരു വിപ്ലവമായിരുന്നു. സാഹിത്യത്തെ സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കുന്ന വിപ്ലവം. അതോടെ അതുവരെ പുസ്തകങ്ങൾ വായിക്കാൻ മടിച്ചിരുന്ന സാധാരണ മനുഷ്യർ പോലും ബഷീറിനെ വായിക്കാൻ തുടങ്ങി. കാരണം അതിൽ അവർ കണ്ടത് അവരുടെ തന്നെ ജീവിതമായിരുന്നു, അവരുടെ സംസാരമായിരുന്നു.
ബഷീർ കഥാപാത്രങ്ങളാക്കിയത് രാജാക്കന്മാരെയോ വലിയ പണ്ഡിതന്മാരെയോ ആയിരുന്നില്ല. മജീദിനെപ്പോലെ പ്രണയം നഷ്ടപ്പെട്ട സാധാരണ ചെറുപ്പക്കാരെ, പാത്തുമ്മയെപ്പോലെ സ്നേഹനിധിയായ സഹോദരിമാരെ, ഇട്ടുകാലി മമ്മൂഞ്ഞിയെപ്പോലെ വീമ്പു പറയുന്ന അയൽക്കാരെ, ഇവരെപ്പോലുള്ള മനുഷ്യർ നമ്മുടെ എല്ലാം ചുറ്റിലുമുണ്ട്. അതുകൊണ്ട് ഓരോ തവണ ബഷീറിൻ്റെ ഒരു കഥ വായിക്കുമ്പോഴും ഇത് നമ്മുടെ കഥയാണല്ലോ എന്ന് നമുക്ക് തോന്നും. ഈ ഒരു അടുപ്പമാണ് ബഷീറിനെ മറ്റെല്ലാ എഴുത്തുകാരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അതിലെ ആഴത്തിലുള്ള മനുഷ്യസ്നേഹമാണ്. ബഷീറിൻ്റെ ലോകത്തിൽ മോശം മനുഷ്യരില്ല. സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റുകൾ ചെയ്യുന്നവരുണ്ടാകാം. പക്ഷേ അവരുടെയെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നന്മയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരു കള്ളനായാലും ഒരു വേശ്യയായാലും അവരെ വെറുപ്പോടെയല്ല ബഷീർ നോക്കിക്കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും അവർക്ക് ആ വഴി തിരഞ്ഞെടുക്കേണ്ടി വന്നത് എന്ന സ്നേഹത്തോടെയുള്ള ഒരു അന്വേഷണമാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ. ഈ ലോകത്തിൽ ആരും പൂർണ്ണമായി ശരിയല്ല, ആരും പൂർണ്ണമായി തെറ്റുമല്ല എന്ന വലിയൊരു സത്യം അദ്ദേഹം തൻ്റെ കഥകളിലൂടെ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആരോടും ഒരു വെറുപ്പും തോന്നാത്തത്. പകരം എല്ലാ മനുഷ്യരോടും ജീവജാലങ്ങളോടും ഒരു തരം സ്നേഹവും അനുകമ്പയും വന്നു നിറയും. ബഷീറിൻ്റെ എഴുത്തിനെ കാലാതിവർത്തിയാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിലെ നർമ്മമാണ്. പക്ഷേ അത് വെറും തമാശയല്ല. ചിരിയുടെയും കണ്ണുനീരിൻ്റെയും ഒരു അപൂർവ സംഗമമാണ് നമുക്കവിടെ കാണാൻ കഴിയുക. ബാല്യകാലസഖി വായിക്കുമ്പോൾ മജീദിൻ്റെയും സുഹ്റയുടെയും വേദനയിൽ നമ്മുടെ കണ്ണ് നിറയും. പക്ഷേ അതേ നോവലിൽ തന്നെ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. പാത്തുമ്മയുടെ ആട് വായിക്കുമ്പോൾ ആ വീട്ടിലെ ദാരിദ്ര്യത്തിൻ്റെ നേർക്കാഴ്ചയിൽ നമുക്ക് വേദന തോന്നും. എന്നാൽ ആടിൻ്റെ ഓരോ വികൃതികളും വായിച്ച് നമ്മൾ ചിരിയടക്കാൻ പാടുപെടും. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളെപ്പോലും ഒരു ചിരിയോടെ നേരിടാൻ അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. സ്വന്തം ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ, പട്ടിണിയെ, ജയിൽവാസത്തെയെല്ലാം അദ്ദേഹം വിവരിക്കുന്നത് ഒരു തമാശക്കഥ പറയുന്നത് പോലെയാണ്. ഈയൊരു കഴിവാണ് അദ്ദേഹത്തെ ഒരു മാന്ത്രികനാക്കി മാറ്റുന്നത്. അദ്ദേഹം ഒരിക്കലും ഒരു ഉപദേശം നൽകുന്ന എഴുത്തുകാരനായിരുന്നില്ല. ജീവിതം ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ജീവിക്കരുതെന്ന് അദ്ദേഹം ആരോടും പറഞ്ഞില്ല. പകരം അദ്ദേഹം തൻ്റെ ജീവിതം നമ്മുടെ മുന്നിലേക്ക് തുറന്നുവെച്ചു. അതിലെ ശരിയും തെറ്റും കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം വായനക്കാരന് വിട്ടുകൊടുത്തു. അതൊരു തരം ജനാധിപത്യപരമായ എഴുത്തായിരുന്നു. വായനക്കാരനെ ഒപ്പം കൂട്ടിക്കൊണ്ടുള്ള ഒരു യാത്ര. ആ യാത്രയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായി മാറുന്നു. അങ്ങനെ വൈക്കത്തെ ഒരു സാധാരണ വീട്ടിൽ ജനിച്ച് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ലോകം മുഴുവൻ അലഞ്ഞുതിരിഞ്ഞ് ജയിലഴികൾക്കുള്ളിലിരുന്ന് പ്രണയിച്ച് ഒടുവിൽ ബേപ്പൂരിലെ മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിലിരുന്ന് കഥകളുടെ ഒരു വലിയ ലോകം സൃഷ്ടിച്ച ആ സുൽത്താൻ ഇന്ന് നമ്മോടൊപ്പം ശരീരരൂപത്തിലില്ല. പക്ഷേ അദ്ദേഹം ഒരിക്കലും മരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ അക്ഷരങ്ങളിലൂടെയും അദ്ദേഹം ജീവിക്കുന്നു. ഓരോ തവണ നമ്മൾ ബാല്യകാലസഖി എടുത്തു വായിക്കുമ്പോഴും സുഹ്റയുടെ ഓർമ്മയിൽ മജീദിനോടൊപ്പം നമ്മുടെയും ഹൃദയം വേദനിക്കുന്നു. ഓരോ തവണ പാത്തുമ്മയുടെ ആട് വായിക്കുമ്പോഴും ആ വീട്ടിലെ ബഹളങ്ങളിൽ നമ്മളും ഒരാളായി മാറുന്നു. കാലം ഇനിയും ഒരുപാട് മുന്നോട്ടു പോകും. പുതിയ എഴുത്തുകാർ വരും, പുതിയ സാഹിത്യ പ്രസ്ഥാനങ്ങളുണ്ടാകും. പക്ഷേ ആ മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിലെ സിംഹാസനം എന്നും ഒഴിഞ്ഞുകിടക്കും. കാരണം ബേപ്പൂരിനൊരു സുൽത്താനേയുള്ളൂ. അത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. മലയാളികൾ ഉള്ളിടത്തോളം കാലം, സ്നേഹവും ചിരിയും ഉള്ളിടത്തോളം കാലം ആ സുൽത്താൻ നമ്മുടെ എല്ലാം മനസ്സിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഇനി പതിയെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഈ രാത്രിയിലെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ബഷീറിൻ്റെ ലോകത്തിലെ ചിരിയും ചിന്തകളും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കട്ടെ. ആ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ സ്വപ്നങ്ങളിൽ വിരുന്നുകാരായി വരട്ടെ. ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്താനും ചുറ്റുമുള്ളതിനെയെല്ലാം സ്നേഹിക്കാനും ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കട്ടെ. പുറത്തെ ഇരുട്ടിൽ, രാത്രിയുടെ നിശബ്ദതയിൽ ആ പഴയ ഗ്രാമഫോണിൽ നിന്നും KL സൈഗളിൻ്റെ പാട്ടൊഴുകി വരുന്നത് നമുക്ക് സങ്കല്പിക്കാം. ആ മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിലിരുന്ന് ഒരു സുലൈമാനി കുടിച്ചുകൊണ്ട് ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കുന്ന ബഷീറിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയട്ടെ. അതൊരു നല്ല ഉറക്കത്തിലേക്ക് നമ്മെ നയിക്കട്ടെ. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാനൊരു നല്ല ശുഭരാത്രി നേരുന്നു.
Thank you.